ലൂക്കാസിൽ ഞങ്ങളുടെ കൂടെ ചേർന്ന് ഒരുമിച്ച് ആരാധിക്കാൻ പാസ്റ്ററിനെ ക്ഷണിക്കുന്നു. ആമേൻ, പ്രൈസ് ലോർഡ്. സോ ഇന്ന് ആദ്യമായിട്ട് ഈ 3 മീറ്റിങ്ങിൽ സൺഡേ സർവീസ് മാത്രം ട്രാൻസ്ലേഷൻ ഉണ്ടായിരിക്കും. ഇന്ന് ട്രാൻസ്ലേഷൻ നമ്മൾ നോൺ മലയാളി പീപ്പിൾ ഇല്ലാത്തതുകൊണ്ട് വി ആർ ഗോയിങ് ടു ഫ്ലോ ഇൻ മലയാളം. പാസ്റ്റർ വിൽ bring the word of God. Pastor Simon Varghese now with us. പ്രൈസ് ദി ലോർഡ്. ശബ്ദമുയർത്തി കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ ആരാധിപ്പാൻ ഇങ്ങനെ അവസരം കർത്താവ് നൽകിയത് ഓർത്ത് സ്തോത്രം. കർത്തദാസൻ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഒരു മെമ്പറായി മാറിയത് ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ തിരുവാങ്കുളം വിട്ട് എറണാകുളം വിട്ട് ഇങ്ങോട്ടേക്ക് പോരാം. നിങ്ങൾ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്താട്ടെ, നോ പ്രോബ്ലം. കർത്താവ് സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുസന്നിധിയിൽ സന്തോഷിക്കേണ്ടതിന് വചനത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഒരു കൂടാതെ തിരുവഴുത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരു ക്രമീകൃത സമയമുണ്ട്. ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ സന്ദേശം അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. സന്ദേശം തീരുകയില്ല, എന്നാൽ ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ 1 മിനിറ്റ് മുമ്പ്, എനിക്ക് അനുവദിച്ച സമയത്തിന് 1 മിനിറ്റ് മുമ്പ് ഞാൻ സന്ദേശം വിരാമം കുറിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവെഴുത്തുകളെ തുറക്കാം. എല്ലാവരെയും ഞാൻ ആരെയും പേര് പറഞ്ഞ് വന്ദനം ചെയ്യുന്നില്ല, കാര്യം അതിന് അത്രയും സമയം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളെല്ലാം പരിചയമുണ്ട്. നിങ്ങളെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യാൻ അവസരം നൽകിയത് ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. ഞാൻ ഈ പ്രാവശ്യത്തെ യാത്രയിൽ ഏതൊക്കെ ചർച്ചിൽ പോയോ അവരെയൊക്കെ ഓർത്ത് സ്തോത്രങ്ങൾ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് അവസരം നൽകി. നിങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. ദൈവം സഹായിക്കട്ടെ. ഒടുവിലത്തെ സെക്ഷനിൽ അവർക്ക് നന്ദി പറയാം. ബുക്ക് ഓഫ് എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനത്തിനായിട്ട് ഇപ്പോൾ വായിച്ചു തുടങ്ങുന്നത്. അതിൽ ഒരു പദം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 18 and 19. താങ്ക് യു. അതിനകത്തെ ഒരു പദം മാത്രമേ നമ്മൾ ഈ പകൽ ചിന്തിക്കുവാനായിട്ട് എടുക്കുകയുള്ളൂ. എഫേസ്യ ലേഖനത്തിലെ ഒരു വാക്യം വായിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഷയം പഠിക്കണമെങ്കിൽ ഒരു വാക്യം വായിച്ചു തുടങ്ങിയാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം എഫേസ്യ ലേഖനത്തിൻ്റെ വാക്യങ്ങൾക്കെല്ലാം വളരെ ദൈർഘ്യമുണ്ട്, വളരെ നീളമുള്ള വാക്യങ്ങളാണ്. ഫുൾ സ്റ്റോപ്പ് കുറവുള്ള ഒരു പുസ്തകമാണ് എഫേസ്യ ലേഖനം. അതുകൊണ്ട് ആ പുസ്തകത്തിനകത്തെ ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ 2 വാക്യം വായിച്ചാൽ അതിനകത്തെ 18 ചില ഇംഗ്ലീഷ് ബൈബിളിൽ 19-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു, അതോ 18-ൻ്റെ അവസാനമാണോ എഴുതിയിരിക്കുന്നു. ബി ഫിൽഡ് വിത്ത് സ്പിരിറ്റ്, ആത്മാവ് നിറഞ്ഞവരെ ആയി. മതി നമ്മൾ ആത്മാവ് നിറഞ്ഞവരായി എന്ന പദമാണ് ചിന്തിക്കുവാൻ എടുക്കുന്നത്. ആ ആപ്ലിക്കേഷൻ, ബൈബിളിൽ എഴുതിയിരിക്കുന്ന ആപ്ലിക്കേഷൻ അല്പം വ്യത്യാസമാണ്. നമുക്കറിയാമല്ലോ, നമുക്ക് ലഭിച്ചതിലെ ഏറ്റവും നല്ല ട്രാൻസ്ലേഷനിലൊന്നാണ് മലയാളം ട്രാൻസ്ലേഷൻ. ഇഷ്ടം പോലെ ട്രാൻസ്ലേഷനുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ട്രാൻസ്ലേഷനിലൊന്നാണ് മലയാളം ട്രാൻസ്ലേഷൻ. എന്നാൽ മലയാളം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് ചാത്തുമേനോൻ എന്ന് പറയുന്ന സംസ്കൃത പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഭാഷാപരിമിതി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ചില ഭാഗങ്ങളൊക്കെ അല്പം വ്യത്യാസപ്പെടുത്തിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലയാളം ബൈബിളിൽ 2800ഓളം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്, ബൈബിൾ മിസ്റ്റേക്ക് ഇല്ല, ബൈബിൾ പെർഫെക്റ്റ് ആണ്, എന്നാൽ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളുണ്ട്. അതിൽ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഒറിജിനൽ ഗ്രീക്ക് ബൈബിൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം അങ്ങനെയല്ല. ആത്മാവ് നിറഞ്ഞവരാകുവിൻ എന്നിട്ട് സങ്കീർത്തനങ്ങളെന്നല്ല ഇൻസ്ട്രുമെൻറ്റുകളാൽ എന്നാണ്. അപ്പോൾ ആ ഭാഗം അങ്ങനെയാണ് തുടങ്ങുന്നത്. എങ്ങനെയാണോ ഒന്ന് ചേർന്ന് പറയാമോ? ആത്മാവ് ആകുവീൻ എന്നിട്ട്
ഇൻസ്ട്രുമെൻറ്റുകളാൽ ദൈവത്തെ സ്തുതിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം. ആത്മാവ് നിറഞ്ഞവരാകുക, ആത്മാവ് നിറഞ്ഞവരാകുക. വേദപുസ്തകത്തിനകത്ത് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മളോട് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നത്, ആദ്യം വേണ്ടിയത് ആത്മനിറവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞു വേണം നമ്മൾ എന്തും ചെയ്യാൻ. സ്തോത്രം. ദൈവസഭയ്ക്ക് ആദ്യം വേണ്ടിയത് എന്താണ്? അല്പം കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് കൂടെ കുഴപ്പമില്ലല്ലോ. ഹല്ലേലൂയ. ദൈവവചനം എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ദൈവവചനം നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് അതിന് മുമ്പാകെ സ്തോത്രം ചെയ്യാൻ ഇടയാകണം. നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് ഇതിന് നമ്മളോട് സംസാരിക്കും. ഇതിനകത്തുള്ള ദൂത് ദൈവം നമുക്ക് നൽകും. നിശ്ചയമായും നമ്മളെ മാന്യമായ നിലയിൽ പരിശുദ്ധാത്മാവ് ഈ പകലിൽ സന്ദർശിച്ച് ബലത്തോടെ മടക്കി അയക്കും. സ്തോത്രം. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ആദ്യം നമുക്ക് വേണ്ടിയത് എന്താണ്? ആത്മനിറവ്. പാടുന്നതിന് മുൻപ് ആത്മനിറവ്, പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ആത്മനിറവ്, പ്രസംഗിക്കുന്നതിന് മുൻപ് ആത്മനിറവ്, പ്രവചിക്കുന്നതിന് മുൻപ് ആത്മനിറവ്, ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതിന് മുൻപ് ആത്മനിറവ്, എല്ലാത്തിനും മുൻപേ. പക്ഷെ നമ്മൾ എന്നാ ചെയ്യുന്നേ? നമ്മൾ നേരെ തിരിച്ച പാടി നിറയുക, അല്ലേ? പ്രാർത്ഥിച്ച് നിറയുക. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങാന്നോ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അന്യഭാഷ പറയുന്നത്. ഹല്ലേലൂയ. അത് നമുക്കൊരു ചെറിയ, ചിലരന്ന് പാടിയിട്ട് നിറയുകയല്ലെന്നുള്ളതാണ്. ചിലർ മേളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മേളിലോട്ടും പാടിയിട്ടും എന്ത് ചെയ്യുന്നില്ല, നിറയുന്നില്ല. പക്ഷെ നമുക്ക് ആദ്യം വേണ്ടി വേദപുസ്തകത്തിൻ്റെ ഓർഡർ ആത്മാവിൽ നിറഞ്ഞു പാടണം, ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണം, ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കണം, ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷിക്കണം, ആത്മാവിൽ നിറഞ്ഞ് എന്ത് ശുശ്രൂഷയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആത്മാവിൽ നിറഞ്ഞ് പാടിയാലുള്ള, ആത്മാവിൽ നിറഞ്ഞ ഇൻസ്ട്രുമെൻറ്റുകളാലെന്ന സങ്കീർത്തനങ്ങളെന്നല്ല, അപ്പോൾ ആത്മാവിൽ നിറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് വായിക്കണം. സ്തോത്രം. അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? ഒരു റിസൾട്ട് പറഞ്ഞിട്ട് വേദഭാഗത്തേക്ക് കേൾക്കാം. ഫസ്റ്റ് ക്രോണിക്കൽസ് ഒന്ന് വായിക്കേ. ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 25 വേഴ്സസ് 1 ഒന്ന് വായിച്ച്. 1 ദിനവൃത്താന്ത പുസ്തകം 25:1 ഒരു ചിന്ത ഒന്ന് കാണിച്ചിട്ട് നമ്മൾ അതിലേക്ക് വിഭാഗത്തിലേക്ക് പോകാം. ഷെഫിയല്ലേ വായിക്കണേ? ഓക്കെ. ഹല്ലേലൂയ. ഇപ്പം ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരാളായെന്ന് മനസ്സിലായില്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്? ദാവീദും സേനാധിപതിമാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് എന്താ വിളിച്ചേക്കുന്നത്? കിന്നരം കൊണ്ട് പ്രവചിക്കാൻ പറ്റുമോ? അങ്ങനെയാണോ? കിന്നരം കൊണ്ട് പാടുകയല്ലേ, അല്ലേ? കിന്നരം വായിക്കുകയല്ലേ? കിന്നരം കൊണ്ട് പ്രവചിക്കാൻ പറ്റുമോ? വീണ കൊണ്ട്. ഇവിടെ നമ്മുടെ പാട്ടുകാരിൽ ഒരാളാണ് സ്വരഗ്രാമ പേടകം വായിച്ചത്, അല്ലേ? ഇതിൻ്റെ മലയാളം എന്തുവാ? സ്വരഗ്രാമ പേടകം എന്ന ഈ പേടകത്തിൻ്റെ പച്ച മലയാളം അത് വായിച്ചു. അദ്ദേഹം ഇത് വായിച്ചു തുടങ്ങുന്നു. അദ്ദേഹം ആത്മാവിൽ നിറഞ്ഞിത് വായിക്കാൻ തുടങ്ങുന്നു. ഇത് വായിക്കുമ്പോൾ എന്താണത് പറഞ്ഞത്? ഇതുകൊണ്ട് പ്രവചിക്കാൻ പറ്റുമോ? പറ്റത്തില്ലെങ്കിൽ ദൈവാത്മാവ് അങ്ങനെ എഴുതുമോ? കിന്നരം കൊണ്ട് പ്രവചിക്കുക, അങ്ങനെ പറ്റുമോ എന്നാ ചോദ്യം. പറ്റത്തില്ല. ദൈവാത്മാവ് ഭോഷ്ക്ക് എഴുതത്തില്ല, ദൈവാത്മാവ് കറക്റ്റ് എഴുതി. അതിൻ്റെ അർത്ഥം എന്നാ? ഒരു വ്യക്തി ആത്മാവിൽ നിറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് വായിക്കുമ്പോൾ ആ വ്യക്തിയെ കൃപാവരങ്ങളാൽ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാ അതിൻ്റെ അർത്ഥം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളാകട്ടെ, നമ്മുടെ യങ്സ്റ്റേഴ്സ് ആകട്ടെ, ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതിന് മുൻപ് ആത്മാവിൽ നിറഞ്ഞു വായിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്നുകൊണ്ട് അവർ പ്രവചന ശുശ്രൂഷ ചെയ്യും. അത് വേദപുസ്തകത്തിൻ്റെ സിസ്റ്റമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൃപാവരം, അല്ലെങ്കിൽ ഇവിടെ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് ആളുകളിലൊക്കെ ദൈവസഭ അങ്ങനെ പ്രാർത്ഥിക്കാത്ത അല്ലെങ്കിൽ വിട്ടുപോയ ഒരു വിഷയമാണ്. അത് നമ്മൾ പ്രാർത്ഥിച്ചു. എല്ലാവരും കൃപാവരം പ്രാപിക്കണം എന്നല്ലേ? ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇൻസ്ട്രുമെൻ്റ് വായിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇൻസ്ട്രുമെൻ്റ് വായിക്കുമ്പോൾ പ്രവചിക്കുന്നത് ആത്മാവിൽ കാണാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ദൈവസഭ അത് പ്രാക്ടീസ് ചെയ്യണം. ആത്മാവിൽ പാടാൻ, ആത്മാവിൽ പ്രവചിക്കാൻ, ആത്മാവിൽ പ്രവർത്തിക്കാൻ, ആത്മാവിൽ പ്രസംഗിക്കാൻ, ആത്മാവിൽ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ. ഹല്ലേലൂയ. അന്നേരം കൃപാവരങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ, കൃപാവരങ്ങളുടെ ഓപ്പറേഷൻ ചർച്ചിനകത്ത് നടക്കുമെന്നുള്ളത് വേദപുസ്തകം നമുക്ക് തരുന്ന ഒരു വളരെ സത്യമായ ഉറപ്പാണ്.
പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് നമുക്ക് പോകാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, ആത്മാവ് നിറഞ്ഞവരാകുവീൻ. അപ്പോൾ വേദപുസ്തകത്തിനകത്തെ ഒരു സബ്ജക്റ്റാണ് എന്താണ്? ആത്മനിറവ്. ആത്മനിറവ് അതിൻ്റെ റിസൾട്ട്. പഴയ നിയമത്തിനും പുതിയ നിയമത്തിൽ നിന്നും റിസൾട്ട് പറയണമെന്ന് എൻ്റെ ആഗ്രഹം. പറ്റിയാൽ പറയാം, ഇല്ലെങ്കിൽ പറ്റാവുന്നിടത്തോളം പറയാം. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ആത്മാവിൻ്റെ നിറവ്. നമുക്കറിയാം ആത്മനിറവെന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ ഒരു സബ്ജക്റ്റാണ്. നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, രക്ഷിക്കപ്പെട്ടതാണോ? സ്തോത്രം. അപ്പോൾ ചോദിക്കുമെന്നുള്ളത് മനസ്സിലായി. ഈ 3 ചോദ്യം പെന്തക്കോസ്തുകാരുടെ സ്ഥിരം ചോദ്യമാണ്. പിന്നെ ചോദിക്കുന്നത്, പണ്ട് ചോദിക്കുന്നത് അമേരിക്ക പോയിട്ടുണ്ടോ എന്നായിരുന്നു. ഇപ്പോൾ പിന്നെ ആ ചോദ്യം മാറി, ആ പോരാട്ടം ചോദ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ഉള്ളവരെല്ലാം പലയിടത്തോട്ട് മൈഗ്രേറ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ പെന്തക്കോസ്തുകാർക്ക് സ്വർഗം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്തായിരുന്നു? സ്തോത്രം. ചിലർക്ക് സ്വർഗത്തേക്കാൾ വലുതായിരുന്നു അമേരിക്ക. പോയവരെല്ലാം കിടന്ന് കഷ്ടം വെള്ളം കുടിക്കുക. പക്ഷേ നമ്മുടെ ചിന്ത അതല്ലല്ലോ. ഇപ്പോൾ രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ? 3-ാമത്തെ ചോദ്യം എന്താ? അഭിഷേകം. എന്ത് അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം, അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിച്ച് എന്തിനാ അത് ചോദിക്കുന്നത്? അത് ഞാൻ ചോദിക്കുന്നതിന് കുഴപ്പമാണ്. എന്തിനാ അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിക്കുന്നത്? അന്യഭാഷ പ്രാപിച്ചോ, അന്യഭാഷ പറയുമോന്ന് അറിയാനാ. ശരിയല്ലേ? ബുദ്ധിമുട്ട് തോന്നല്ലേ? ഞാൻ വേദപുസ്തകത്തിൽ തെളിയിക്കാം. അഭിഷേകം പ്രാപിച്ചവരാരും അന്യഭാഷ പറയില്ല. പിണക്കമുണ്ടോ? അഭിഷേകം പ്രാപിച്ചവരാരും അന്യഭാഷ പറയില്ല. അഭിഷേകത്തിൻ്റെ ലക്ഷണം അന്യഭാഷയല്ല. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിക്കുന്നതിൻ്റെ അങ്ങനെ ചോദിക്കുന്നത് തെറ്റല്ല. പക്ഷേ അഭിഷേകത്തിൻ്റെ ലക്ഷണം എന്തല്ല? വിഷമമുണ്ടോ? പെന്തക്കോസ്തുകാരെ അടിമുടി പിഴുത് കളയുന്നൊരു സാധനം ഈ പറയുന്നത്. സകല പെന്തക്കോസ്തുകാരുടെ ഗ്യാസ് പോകുന്നൊരു കാര്യം പറയുന്നത്. അഭിഷേകം എന്നത് അന്യഭാഷ പറയാനല്ല. അഭിഷേകം നമുക്ക് തരുന്നത് അന്യഭാഷയ്ക്ക് വേണ്ടിയല്ല, പകരം എന്താണ്? മിനിസ്ട്രി ചെയ്യാനാണ്, ശുശ്രൂഷ ചെയ്യാനാണ്. അഭിഷേകത്തിൻ്റെ ലക്ഷണം മിനിസ്ട്രിയാണ്, ശുശ്രൂഷയാണ്. വേദപുസ്തകത്തിൽ 7 ഗ്രീക്ക് പദങ്ങളാണ് അഭിഷേകത്തിനുള്ളത്. അലൈഫോ, അലൈമോ, ക്രിയോ, എൻക്രിയോ, എപ്പിക്രിയോ, മുറൈസോ, മൂറോൻ. സ്തോത്രം. ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞല്ല, ഗ്രീക്കിൽ അഭിഷേകത്തിനുള്ള പദങ്ങളാണ്. എന്താണ്? 7 ഗ്രീക്ക് പദങ്ങൾ. ദാസൻ, സൂഖ്, മസ്ക തുടങ്ങിയ പദങ്ങൾ എബ്രായ ഭാഷയിൽ അഭിഷേകത്തിലുണ്ട്. അഭിഷേകം പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. അഭിഷേകം എന്നത് നമുക്ക് നൽകുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും എന്തുണ്ട്? അഭിഷേകമുണ്ട്. രക്ഷിക്കപ്പെടുന്നവർക്കെല്ലാം എന്തുണ്ട്? അവരെല്ലാവരും അന്യഭാഷ പറയുമോ? ഇല്ല. പക്ഷേ രക്ഷിക്കപ്പെടുന്നവർക്കെല്ലാം അഭിഷേകമുണ്ട്. അഭിഷേകം ദൈവം നമുക്ക് നൽകുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. 21 പർപ്പസാണ് അഭിഷേകത്തിനുള്ളത്. ഹല്ലേലൂയ. ഭയങ്കര സബ്ജക്റ്റാണ്. വേദപുസ്തകത്തിലെ ആഴമുള്ള ഒരു സബ്ജക്റ്റാണ് അഭിഷേകം. അഭിഷേകം നമുക്ക് തരുന്നതിന് 21 ഉദ്ദേശമുണ്ട്. അതിൽ 1-ാമത്തെ ഉദ്ദേശം പറയാം. 1-ാമത്തെ ഉദ്ദേശം, ഹല്ലേലൂയ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവയുടെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? 1-ാമത്തെ പർപ്പസ് എന്നാ? സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരെല്ലാവർക്കും അഭിഷേകമുണ്ട്. നിങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് സുവിശേഷം പറയാൻ തുടങ്ങി എന്നായിരിക്കും. ഇവിടെ ഒരു 50 പേര് വിശ്വാസികളുണ്ട്. 50 പേരിൽ ഒരാൾ 1 വർഷം സുവിശേഷം പറയുമ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ടു. 50 പേര് സുവിശേഷം പറഞ്ഞാൽ ഒരു വർഷം എത്ര പേരായി? ആ 50 പേര് അടുത്ത വർഷം ഒരാൾ രക്ഷിക്കപ്പെടുത്തു, രക്ഷയിലേക്ക് കൊണ്ടുവന്നു. എത്ര പേരായി? 50 പേര് ഒരു വർഷം കൊണ്ട് ഒരാളെ കൊണ്ടുവന്നപ്പോൾ, ഓരോരുത്തരും ഒരാളെ കൊണ്ടുവന്നപ്പോൾ എത്രയായി? 100. അവരെല്ലാവരും കൂടെ ചേർന്ന് അടുത്ത വർഷം ഒരാളെ കൊണ്ടുവന്നപ്പോൾ എത്രയായി? 200ആയി. അങ്ങനെ ഒരു 5 വർഷം കഴിയുമ്പോൾ സഭ എത്രയായിരിക്കും? ഈ ഹോളിനകത്ത് ഇരിക്കാൻ പറ്റാതെ വരത്തില്ലയോ? അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ പറയാതിരിക്കുന്നത്. വേറെ ഹോള് കിട്ടിയിട്ടുമില്ല. അപ്പോൾ അഭിഷേകത്തിൻ്റെ ലക്ഷണം എന്താണ്? ശുശ്രൂഷയാണ്. ഇനിയും അഭിഷേകം പ്രാപിച്ചവരാരും അന്യഭാഷ പറയില്ല. അഭിഷേകം നമുക്ക് തരുന്നതാരാണ്? ദൈവമാണ്. കർത്താവല്ല, ദൈവമാണ്. പരിശുദ്ധാത്മാവല്ല, ദൈവമാണ്. അപ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം ഞാൻ പറഞ്ഞുവിടാം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. വാക്യം ഞാൻ പറഞ്ഞേക്കാം, റെഫറൻസ് ഞാൻ പറയാം, വാക്യം ഞാൻ പറയാം. നമുക്ക് വായിക്കേണ്ട വാക്യങ്ങളുണ്ട്. 2 കൊരിന്ത്യർ ചാപ്റ്റർ 1 വേഴ്സസ് 21 ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞങ്ങളെ നിങ്ങളോടുകൂടെ
ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അപ്പോൾ നമുക്ക് അഭിഷേകം തരുന്നത് ആരാ? പിതാവായ ദൈവമാണ്. സ്തോത്രം. ഇനി നമ്മെ അഭിഷേകം ചെയ്ത ദൈവം തന്നെയാണ് യേശുവിനെ അഭിഷേകം ചെയ്തത്. അപ്പോസ്തല പ്രവൃത്തി 10:38 നമുക്ക് വായിക്കുവാൻ കഴിയും, നസ്രയനായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ യേശുവിനെ അഭിഷേകം ചെയ്തത് ആരാണ്? ദൈവമാണ്. നമ്മെയും അഭിഷേകം ചെയ്യുന്നത് ആരാണ്? പിതാവായ ദൈവമാണ്. അഭിഷേകം നമുക്ക് തരുന്നത് ദൈവമാണ്. അതിൻ്റെ പർപ്പസ് ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച ഒരാരും അന്യഭാഷ പറയത്തില്ല. പഴയ നിയമത്തിലും അഭിഷേകമുണ്ട്, പുതിയ നിയമത്തിലും അഭിഷേകമുണ്ട്. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ് ആത്മസ്നാനം. ആത്മസ്നാനത്തിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളമാണ് അന്യഭാഷ. അഭിഷേകം ഒത്തിരി പഠിപ്പിക്കേണ്ടതാ, ഞാൻ വിടുന്നു. ശ്രദ്ധിച്ചേ, ആത്മസ്നാനത്തിന്റെ ലക്ഷണമാണ് ഏത്? സ്തോത്രം. ആത്മസ്നാനം നമുക്ക് തരുന്നത് ആരാ? പരിശുദ്ധാത്മാവാണോ? അല്ല, പരിശുദ്ധാത്മാവല്ല. ആത്മസ്നാനം നമുക്ക് നൽകുന്നത് യേശു ക്രിസ്തുവാണ്. ആത്മസ്നാപകൻ ആരാണ്? യേശു ക്രിസ്തുവാണ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലും മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലും പഠിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുന്നു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, ഹല്ലേലൂയ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, എൻ്റെ പിന്നാലെ വരുന്നവൻ, അവൻ, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുമ്പോൾ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്തോ ചെയ്യുന്നു? നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1:8 നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. 11-ാമത്തെ അധ്യായത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 2:33 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ആത്മസ്നാനം നൽകുന്നത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പോൾ ആത്മസ്നാനത്തിന്റെ ലക്ഷണമാണ് അന്യഭാഷാ ഭാഷണം. പ്രൈസ് ദി ലോർഡ്. ആത്മസ്നാനം പഴയ നിയമത്തിലില്ല, പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ. ആത്മസ്നാനം അപ്പോസ്തല പ്രവൃത്തി 2 വരെ ഇല്ല, പുതിയ നിയമത്തിലേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 2-ന് ശേഷമേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ആത്മസ്നാനത്തിന്റെ ലക്ഷണമാണ് അന്യഭാഷ. അത് നമ്മളുടെ മാത്രം അവകാശമാണ്. പഴയ നിയമസഭയ്ക്കില്ല. ഉണ്ടോ? പഴയ നിയമത്തിൽ അഭിഷേകമുണ്ട്, ഇല്ലേ? രാജാക്കന്മാരുടെ അഭിഷേകമുണ്ട്, പുരോഹിതന്മാരുടെ അഭിഷേകമുണ്ട്, പ്രവാചകന്മാരുടെ അഭിഷേകമുണ്ട്. പഴയ നിയമത്തിലെ അഭിഷേകം മണ്ണിൽ നിന്നെടുത്ത 5 ഇൻഗ്രീഡിയൻ്റ്, 5 സ്പൈസസ് കൊണ്ട് തൈലക്കാരൻ്റെ വിധിപ്രകാരമുണ്ടാക്കിയ അഭിഷേക തൈലം കൊണ്ടാണ് പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്യുന്നത്. രാജാവിനെ അഭിഷേകം ചെയ്യും, പ്രവാചകനെ അഭിഷേകം ചെയ്യും, പുരോഹിതനെ അഭിഷേകം ചെയ്യും, ആലയത്തിൻ്റെ ഉപകരണങ്ങൾ അഭിഷേകം ചെയ്യും, സകലത്തെയും പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്യും. അപ്പോൾ പഴയ നിയമത്തിൽ അഭിഷേകമുണ്ട്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുതിയ നിയമത്തിൽ അഭിഷേകത്തിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 2 എണ്ണമേ ഉള്ളൂ. അത് മണ്ണിൽ നിന്നെടുത്തതല്ല, വിണ്ണിൽ നിന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്താണ്? നസ്രയനായ യേശുവിനെ പിതാവായ ദൈവം എന്തുകൊണ്ട് അഭിഷേകം ചെയ്തു? പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പോൾ അഭിഷേകത്തിനകത്ത് പുതിയ നിയമത്തിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഹോളി സ്പിരിറ്റ് ആൻഡ് പവർ. Praise the Lord. Hallelujah. ആ പവറിനെ കുറിച്ച് തന്നെ പഠിപ്പിക്കേണ്ട വേദപുസ്തകത്തിൽ ഞാൻ വിടുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ അഭിഷേകമുണ്ട്, പുതിയ നിയമത്തിൽ അഭിഷേകമുണ്ട്. പഴയ നിയമത്തിൽ ആത്മസ്നാനമില്ല, പുതിയ നിയമത്തിൽ ആത്മസ്നാനമുണ്ട്. അത് സഭയുടെ മാത്രം അവകാശമാണ്. ആത്മസ്നാനത്തിൻ്റെ ലക്ഷണമാണ് എന്ത്? അന്യഭാഷ ഭാഷണം. ഇനി 3-ാമത്തെ സ്റ്റെപ്പാണ് കൃപാവരങ്ങൾ. കൃപാവരങ്ങൾ നമുക്ക് തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അഭിഷേകം തരുന്നത് പിതാവായ ദൈവം, ആത്മസ്നാനം നൽകുന്നത് യേശു ക്രിസ്തു, കൃപാവരങ്ങൾ നൽകുന്നത്, സ്തോത്രം, 1 കൊരിന്ത്യർ ലേഖനം 12:11 വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അപ്പൊ കൃപാവരങ്ങൾ പകുത്തു കൊടുക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതിൽ തന്നെ തൃത്വം ഉണ്ടെന്ന് തെളിയുക. ഇനി തൃത്വം ഇല്ലെന്ന് വിഷമിക്കണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പോൾ പിതാവ് അഭിഷേകം ചെയ്യുന്നു, പുത്രനായ ക്രിസ്തു ആത്മസ്നാനം നൽകുന്നു, പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളെ. ഇന്ന് പകൽ ഇതിനകത്ത് എത്രപേർക്ക് സന്തോഷമുണ്ട്? ഇത് 3 ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുമെന്ന്.
ഹല്ലേലൂയ. കൃപാവരങ്ങളുടെ ഒരു ഓപ്പറേഷൻ, ഹല്ലേലൂയ, കൃപാവരങ്ങളുടെ ഒരു ഇമ്പാർട്ടേഷൻ പോരാ, അഭിഷേകത്തിന്റെ ഒരു പുതിയ തലം, ഹല്ലേലൂയ, ആത്മസ്നാനത്തിന്റെ ലെവൽ, ആത്മസ്നാനത്തിന്റെ അനുഭവം, ഇത് മൂന്നും ഇന്ന് പകൽ വചന ശുശ്രൂഷയുടെ നടുവിൽ നമ്മുടെ ഇടയിൽ വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയട്ടി പകലിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ അന്യഭാഷ പറയട്ടി പകലിൽ, ഇതിനകത്ത് കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ ഇന്ന് പകലിൽ. യേശുവിന്റെ നാമത്തിൽ ആത്മസ്നാനം നടക്കേണ്ടതിന്, അവൻ കൃപാവരങ്ങൾ വെളിപ്പെടേണ്ടതിന്, വചനം അയച്ചു വിടുവിക്കുന്നവന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇനിയും ഇതിൽ നിന്ന് വ്യത്യസ്തമായി, ഇത് മൂന്നും സഭയ്ക്കുള്ളതാണ്, ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പദമാണ് നമ്മൾ ചിന്തിച്ചത്. എന്ത്? ആത്മനിറവ്. ആത്മനിറവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പഴയ നിയമത്തിലും ആത്മനിറവുണ്ട്, പുതിയ നിയമത്തിലും ആത്മനിറവുണ്ട്. പഴയ നിയമത്തിലെ ഒരു ആത്മനിറവ് നമ്മൾ ചിന്തിച്ചിട്ട് പുതിയ നിയമത്തിലേക്ക് വരാം. സമയം കിട്ടിയാൽ വായിക്കാം. ആവർത്തന പുസ്തകം 34:9. ആവർത്തന പുസ്തകം 34:9 വായിച്ചാട്ടെ. ഡ്യൂട്രോണമി 34:9. ഞാൻ ആത്മപൂർണനായി തീർന്നു. മതി. നൂന്റെ മകനായി യോശുവെ മോശ കൈവച്ചനുഗ്രഹിച്ചതുകൊണ്ട് അവൻ ജ്ഞാനാത്മ സ്തോത്രം. അപ്പോ മോശ യോശുവെ കൈവച്ച് അനുഗ്രഹിച്ചപ്പോൾ രണ്ട് കാര്യം നടന്നു. ഒന്ന്, ജ്ഞാനത്തിന്റെ പൂർണ്ണതയുണ്ടായി. രണ്ട്, ആത്മാവിന്റെ പൂർണ്ണതയുണ്ടായി. നീ ശ്രദ്ധിക്കണേ, അല്പകാര്യങ്ങൾ ഗൗരവമായിട്ട് പറയാൻ പോകാം. ഓക്കെ, നമ്മുടെ ഉള്ളിലെ ചില ചിന്തകളൊക്കെ ഒരു പക്ഷേ മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, നൂന്റെ മകനായി യോശുവെ മോശ കൈവച്ച് അനുഗ്രഹിച്ചത് എവിടെ വെച്ചാ? മോശ യോശുവെ കൈവച്ച് അനുഗ്രഹിച്ചത് എവിടെ വെച്ചാണ്? വായിക്കാം. സംഖ്യാപുസ്തകം ചാപ്റ്റർ 27 verses 15 onwards. വായിക്കാമോ? സംഖ്യാപുസ്തകം 27:15 മുതൽ. ആ ആ ആ ആ ആ പറഞ്ഞു. ആ ആ ആ ആ ശ്രദ്ധിക്കൂ. ആ ആ ആ ആ ശ്രദ്ധിച്ചേ, മതി, അവിടെ നിൽക്കട്ടെ. യോശുവെ കൈവച്ച് അനുഗ്രഹിച്ച വേദഭാഗമാണ് നമ്മൾ വായിക്കുന്നത്, ഇല്ലേ? ദൈവം മോശയോട് പറയാണ്, നീ ഇസ്രായേൽ മക്കളുടെ സകല സഭയെയും അല്ലെങ്കിൽ സഭയെ മുഴുവൻ വിളിച്ച് യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവനെ എന്തോ ചെയ്യണം? കൈവച്ച്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ സഭ യഹോവയുടെ സന്നിധിയിൽ വന്നിട്ട് യഹോവയുടെ സന്നിധിയിൽ വെച്ചാണ് യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിക്കുന്നത്. യഹോവയുടെ സന്നിധിയിൽ. എവിടെയാണ് പഴയ നിയമത്തിൽ യഹോവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്? പഴയ നിയമസഭയിൽ അല്ലെങ്കിൽ മരുഭൂമിയിലെ സഭയിൽ യഹോവയുടെ സാന്നിധ്യം വെളിപ്പെട്ടിരുന്ന സ്ഥലം സമാഗമന കൂടാരമാണ്, അല്ലേ? അപ്പൊ സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ വെച്ചാണ് ആരെ കൈവച്ച് അനുഗ്രഹിക്കുന്നത്? ചേർന്ന് പറ, യോശുവേ. ഹലോ, സമാഗമന കൂടാരം ഉണ്ടായിരുന്ന എവിടാ? അയ്യോ, നിങ്ങൾ എന്നെ ഒന്നും മിണ്ടാതെ, എനിക്കൊരു ദൂത് പറഞ്ഞ് തീർക്കണം. സമാഗമന കൂടാരം ഉണ്ടായിരുന്ന എവിടെ? ഉറക്കപ്പറ, കറക്റ്റ് അല്ലേ? മരുഭൂമിയിൽ, ശരിയല്ലേ? പഴയ നിയമ സഭയെക്കുറിച്ച് തന്നെ പറയുന്നത്, പുതിയ നിയമത്തിൽ രണ്ട് പദമാണ് പറയുന്നത് സഭയെക്കുറിച്ച്. ഒന്ന് അപ്പോസ്തല പ്രവൃത്തി 7 നമുക്ക് വായിക്കാൻ കഴിയും. ഒന്ന് മരുഭൂമിയിലെ സഭ, രണ്ട് ദൈവസഭ. ഓക്കെ, രണ്ട് സഭയാണ് പഴയ പുതിയ വേദപുസ്തകത്തിലുള്ളത്. ഒന്ന് ചർച്ച് ഇൻ വിൽഡർനെസ്, ദെൻ ചർച്ച് ഓഫ് ഗോഡ്. ഇതിൽ ചർച്ച് ഇൻ വിൽഡർനെസ് എന്ന് പറയുന്നത് മരുഭൂമിയിലെ സഭ എന്ന് പറയുന്നത് മരുഭൂമിയിലാണ് ഉണ്ടായിരുന്നത്.
ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ സമാഗമന കൂടാരം ഉണ്ടായിരുന്നത് എവിടെയാണ്? സഭ ഉണ്ടായിരുന്നത് എവിടെയാണ്? പഴയ നിയമസഭ. ശരിയാണോ? ഓക്കെ, ഉറപ്പാണോ? പെന്തക്കോസ്തുകാരോട് മലയാളികളോട് ഒരു കാര്യം ഉറപ്പാണോ എന്ന് രണ്ടാമതൊന്നുകൂടെ ചോദിച്ചാൽ പറയും. ഒരു കാര്യം ഞാൻ കൂടെ ചോദിച്ചോട്ടെ, ഈ ദൈവം അബ്രഹാമിന് വാക്തത്വം കൊടുത്തൊരു വാക്തത്വ ദേശം ഇല്ലയോ? നിങ്ങളെല്ലാവരും ചിലരൊന്നും മിണ്ടുന്നില്ല, ചിലർ ആവേശത്തോടെ പറഞ്ഞു ദൈവം അബ്രഹാമിന് കൊടുത്ത വാക്തത്വ ദേശം കനാനാണോ? ഇതാണ് കുഴപ്പം. ദൈവം അബ്രഹാമിന് കൊടുത്ത വാക്തത്വ ദേശം കനാനാന്ന് പറഞ്ഞത് നിങ്ങളാണ്. അത് പാലും തേനും ഒഴുകുന്ന ദേശം കനാനല്ലേ? അപ്പൊ ദൈവം അബ്രഹാമിന് കൊടുത്ത വാക്തത്വ ദേശം കനാനാണോ? ആണോ? ഉറപ്പാണോ? ഉറപ്പാണോ? ഉറപ്പല്ലാത്തവരാരെങ്കിലും ഉണ്ടത് കൈ നോക്കി. ഒരാൾ നോക്കി. ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കണോ ന്യൂനപക്ഷത്തിന്റെ കൂടെ നിൽക്കണോ? ദൈവം അബ്രഹാമിന് കൊടുത്ത വാക്തത്വ ദേശം കനാനല്ല. ഞാൻ ന്യൂനപക്ഷത്തിന് കൂടാ. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ദൈവം അബ്രഹാമിന് കൊടുത്ത വാക്തത്വ ദേശം ഏതാ? പറ. കാണിപ്പാൻ്റെ ദേശം ഒന്നും പറയണ്ട, അത് നമുക്ക് ഒത്തിരി വിശദീകരിക്കേണ്ട പദമാണ്. ദൈവം അബ്രഹാമിന് കൊടുത്ത വാക്തത്വ ദേശം അത് പറഞ്ഞിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം. ശ്രദ്ധിക്കണേ മോൻ ശ്രദ്ധിച്ചേ. ദൈവം അബ്രഹാമിന് കൊടുത്ത വാക്തത്വ ദേശം കനാനല്ല. അല്ല അല്ല ഒന്നുകൂടെ പറയുന്നു, ദൈവം അബ്രഹാമിന് കൊടുത്ത വാക്തത്വ ദേശം കനാനല്ല. പകരം ദൈവം അബ്രഹാമിന് കൊടുത്ത വാക്തത്വ ദേശത്തിലെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഏത്? കനാൻ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം തെളിവ് എന്താ വാസ്തവം ചോദിക്കില്ലേ? വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം 18 മുതൽ വാക്യം. ഉൽപ്പത്തി 15-18 മുതൽ വേഗത്തിൽ. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 15 വേഴ്സസ് 18. വായിച്ചാൽ കറക്റ്റാ. ആ 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 ഗിർഗിഷ്യർ. ആ ആ ആ ശ്രദ്ധിക്കൂ. അന്ന് ദൈവം അബ്രഹാമിനോട് എനിക്ക് നിന്നോട് ഒരു നിയമം ഉണ്ട്. എങ്ങനെയാ വായിക്കുന്നേ? അതിൽ 18-ാമത്തെ വാക്യം. സ്തോത്രം. ആ ആ നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി. മിസ്രയീം ഏതാ? മിസ്രയീം നദി ദ റിവർ ഓഫ് നൈൽ അല്ലേ? മിസ്രയീം നദി റിവർ ഓഫ്, അത് ഏത് വഴി ഒഴുകുന്നതാ? ചേർന്ന് പറയാം, എനിക്ക് ദൂതയിലേക്ക് വരണം. ഈജിപ്റ്റ്. അങ്ങനെയാണെങ്കിൽ ദ റിവർ ഓഫ് നൈൽ ഈജിപ്റ്റ്. ദെൻ അടുത്തത് മിസ്രൈം നദി തുടങ്ങി ഫ്രാത്തു നദിയായ മഹാനദി. ഫ്രാത്ത് നദി ഏതാണ്? ദ റിവർ ഓഫ് യൂഫ്രട്ടീസ്. എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഇല്ലേ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിന് കൊടുത്ത, അവന്റെ സന്തതിക്ക് കൊടുത്ത പ്രോമിസ് ലാൻഡിന്റെ ഒരതിരെവിടെ കിടക്കുന്നു? ഈജിപ്തിൽ അല്ലേ? ദെൻ അടുത്ത അതിരെവിടെ കിടക്കുന്നു? യൂഫ്രട്ടീസ് ഏതുവഴിയുള്ളതാ? ഇറാഖിൽ കൂടെ. ബാബിലോണിലെ നദിയാണ് ഏത്? അങ്ങനെയാണ് അബ്രഹാമിന്റെ പ്രോമിസ് ലാൻഡിന്റെ ഒരതിരെവിടെയാ? ഫ്രം ഈജിപ്റ്റ് ടു ഇറാഖ്. ഹലോ, എത്ര പേർക്ക് സന്തോഷമുണ്ട്? അബ്രഹാമിനോട് ദൈവം പറഞ്ഞ നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്തു നദിയായ മഹാനദി എന്ന് പറഞ്ഞാൽ റിവർ ഓഫ് നൈൽ ടു റിവർ ഓഫ് യൂഫ്രട്ടീസ്. അതിന് പറയാം ഫ്രം ഈജിപ്റ്റ് ടു ഇറാഖ്. അപ്പൊ അബ്രഹാമിന്റെ പ്രോമിസ് ലാൻഡിന്റെ ഒരതിര ഈജിപ്തിൽ തുടങ്ങുന്നു. അടുത്ത ബൗണ്ടറി എവിടെ വരുന്നു? ഇറാഖിൽ വരുന്നു. 2 ബൗണ്ടറി കിട്ടുള്ളൂ. ഇനി 2 ബൗണ്ടറി വേണ്ടേ? വായിച്ചോ. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 2 മുതലുള്ള വാക്യം. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 1 വേഴ്സസ് 2 and 3. വായിക്കൂ. യോശുവയുടെ പുസ്തകം. ആ ആ ആ ആ ആ ശ്രദ്ധിച്ചേ. ഇതുകൊണ്ടാണ് നമ്മൾ കനാനാന്ന് പറയുന്നത്. യോർദാൻ അക്കരെ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ദേശത്തേക്കെന്ന് പറയുന്നത് കൊണ്ടാണ് കനാനാന്ന് സാധാരണ പറയുന്നത്. തെറ്റല്ല. താഴോട്ട് വായിച്ചാണ്. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും
ആ ആ ആ ആ ആ ആ ആ ശ്രദ്ധിക്കൂ, അവിടെ രണ്ടതിലുണ്ട്. ഫ്രം ലെബാനോൻ ടു അക്വാബാസി, മഹാസമുദ്രം. മറ്റേത് പറഞ്ഞ ഫ്രാത്ത് പറഞ്ഞതാ അല്ലേ? അപ്പം ഒന്ന് ലെബാനോൻ മൗണ്ടൻ, ദെൻ മഹാസമുദ്രം എന്ന് പറയുന്നത് അക്വാബാസിയാണ്. പടിഞ്ഞാറ് മഹാസമുദ്രം എന്ന് പറയുന്നത് എന്താണ്? അക്വാബാസി. അങ്ങനെയാണെങ്കിൽ ഫ്രം ലെബാനോൻ ടു അക്വാബാസി. ശ്രദ്ധിച്ചേ, അപ്പോൾ ഈജിപ്റ്റ് മുതൽ ഇറാഖ് വരെ ഒരു അതിർത്തി. അടുത്ത അതിർത്തി എവിടെ തുടങ്ങുന്നു? ലെബാനോൻ മൗണ്ടനിൽ തുടങ്ങുന്നു. എവിടം വരെ എത്തുന്നു? അക്വാബാസിയിലേക്ക് എത്തുന്നു. ഇതിൻ്റെ ഇടയിലുള്ള ടെറിട്ടറിയാണ് ആർക്ക് ദൈവം വാഗ്ദത്തം കൊടുത്തത്? അബ്രഹാമിന് അല്ലേ? ശ്രദ്ധിച്ചേ, അപ്പൊ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത ആ ദേശത്ത് അതിന്റെ ലാൻഡ് ഏരിയ അറിയണമെങ്കിൽ അതിനകത്തൊരു പദമുണ്ട്, ദ ലാൻഡ് ഓഫ് ഹിറ്റൈറ്റ്സ് അല്ലേ? ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, മരുഭൂമിയും ഈ ലെബാനോൻ തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും. അപ്പോൾ ഹിത്യരുടെ ദേശം ഏതാ ഹിത്യരുടെ ലാൻഡ് ഓഫ് ഹിറ്റൈറ്റ്സ്. ഇന്ന് ഇസ്രായേലിന്റെ കയ്യിലുള്ള ഇസ്രായേൽ ദേശമില്ലേ, കേരളത്തിന്റെ 2/3 വലിപ്പമേ ഉള്ളൂ ഇസ്രായേലിന്റെ ഇന്നത്തെ ലാൻഡിന്. ആ ദേശം ഹിത്യരുടെ ദേശമാണ്. പലസ്തീനില്ലേ, പണ്ടത്തെ അറാഫാത്തിന്റെ സ്ഥലം, പലസ്തീൻ രാജ്യം ഇപ്പോൾ അടി നടക്കുന്ന ആ സ്ഥലം ഏതിനകത്ത് വരുന്ന? ഹിത്യരുടെ. ജോർദാനില്ലേ, ഇന്നത്തെ ജോർദാൻ, കൺട്രി ഓഫ് ജോർദാൻ, അത് ഹിത്യരുടെ ദേശമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സിറിയ ഇല്ലേ, പ്രൈസ് ദി ലോർഡ്, അത് ഹിത്യരുടെ ദേശമാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞിട്ടില്ല, ഇന്നത്തെ സൗദി അറേബ്യയുടെ 2/3 ഭാഗം ഹിത്യരുടെ ദേശത്തിലാണ്. ഇന്ത്യയുടെ 2/3 വലിപ്പമുണ്ട് സൗദി അറേബ്യയുടെ ലാൻഡ്. അതിൻ്റെ 2/3 ഭാഗം എവിടെയാണ്? ഹിത്യരുടെ ദേശത്ത് പെടുന്നതാ. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ, പലസ്തീൻ, ജോർദൻ, സിറിയ, സൗദി അറേബ്യയുടെ 2/3 ഭാഗം, ഇത്രയും ലാൻഡ് ഏരിയ എതിനകത്തു വരുന്നതാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈജിപ്തിനും ഇറാഖിനും ഇടയിലുള്ള ലെബാനോൻ മൗണ്ടനും ആമേൻ അക്വാബാസിയുടെ ഇടയിലുള്ള ലാൻഡാണ് ഏത്? ഹല്ലേലൂയ. ഇത്രയും ദേശം ചേരുന്ന ഏരിയയാണ് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നൊരു ദൂത് പറയാറുണ്ട്. ഹല്ലേലൂയ. 75 വയസ്സുള്ള ഒരപ്പച്ചന്റെ മുഖത്തു നോക്കി ദൈവം ഒരു വാഗ്ദത്തം കൈമാറിയപ്പോൾ ഇച്ചിരി ഒരു കനാൻ കൊടുക്കാമെന്നല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെറിയ പാലും തേനും ഒഴുകുന്ന ഒരു ജാതീയ മണ്ഡലമായ കനാൻ കൊടുക്കാമെന്നല്ല ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞ വാഗ്ദത്തം ഇതുപോലെ വലിയൊരു ഭൂപ്രകൃതിയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് എന്താ അതിന്റെ ദൂത്? ഇന്ന് പകലിൽ ദൈവം പറഞ്ഞത് ആരോടാ? 75 വയസ്സുള്ള അപ്പച്ചനോടാ അല്ലേ? 75 വയസ്സുള്ള ഒരു അപ്പച്ചനോടാ. ആ അപ്പച്ചന്റെ മുഖത്ത് നോക്കി ദൈവം പറഞ്ഞ വാഗ്ദത്തം ചെറുതാണോ? ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ പ്രോമിസസിനെ എന്തോ ചെയ്യുക, കനാൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഫ്രെയിമിനകത്ത് ഒതുക്കുക. ശരിയല്ലേ? ഇന്ന് പകൽ ഒരു കാര്യം ദൈവമക്കൾ അറിയണം. സ്വർഗത്തിലെ ദൈവം ഒരു ദൈവ പൈതലിനോട് ഒരു പ്രോമിസ് പറഞ്ഞാൽ അതൊരു ചെറിയ കനാനിൽ ഒതുങ്ങില്ല. പ്രൈസ് ദി ലോർഡ്. പകരം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തോളം വലിപ്പമുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്വർഗത്തിലെ ദൈവം നിന്നോടൊരു പ്രോമിസ് പറഞ്ഞാൽ നിന്റെ ഇമാജിനേഷൻ ടേബിളിനകത്ത് ഒതുങ്ങാത്തത് നിന്റെ കരത്തിലേക്ക് കൈമാറാൻ കഴിയുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഈ പകൽ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നിന്റെ കാൽക്കുലേഷനകത്ത് ഒതുങ്ങാത്ത, നിന്റെ ചിന്താമണ്ഡലങ്ങളിൽ കകത്തൊതുങ്ങാത്ത അവനൊരു വലിയ വാഗ്ദത്തത്തെ കൈമാറാൻ കഴിയുന്ന ജയം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വാഗ്ദത്തത്തെ നമ്മൾ ഇമാജിനേഷൻ ടേബിളിനകത്ത് ഒതുക്കരുത്. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ചെറിയൊരു മണ്ഡലത്തിൽ ഒതുക്കരുത്. നിന്നോട് വാഗ്ദത്തം പറയുന്നവൻ അത്രയും വലിപ്പം ദൈവിക വാഗ്ദത്തത്തിനകത്ത് കാണാൻ
ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വാഗ്ദത്തത്തിന്റെ വിശാലത കാണാനുള്ള ഒരു ഗ്രേറ്റ് വിഷൻ പ്രാപിക്കേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ രക്തത്താജയ പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ ജനത്തോട് പറയാ, നിങ്ങളുടെ വിഷന്റെ നിങ്ങളുടെ വിഷൻ എക്സ്പാൻഡ് ചെയ്യണം. നിങ്ങളുടെ വിഷൻ വർദ്ധിക്കണം. നിങ്ങളുടെ ദർശനത്തിന്റെ അതിരുകൾ വിശാലമാകണം. നിങ്ങളുടെ ദർശനത്തിന്റെ ബൗണ്ടറി വിശാലമാകുന്നതോടെ ദൈവിക വാഗ്ദത്തങ്ങളുടെ വലിപ്പം കാണാൻ കഴിയും. ഇന്ന് പകൽ ദൈവത്തെ ഇമാജിനേഷൻ ടേബിളിനകത്ത് ഒതുക്കരുത്. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഇമാജിനേഷൻ ടേബിളിനകത്ത് ഒതുക്കരുത്. ദൈവത്തിന്റെ പ്രോമിസസ് നാം ചിന്തിക്കുന്നത് പോലെ അല്ല, ദൈവത്തോളം വലിപ്പമുള്ളതാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് കാണാം. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ദൈവത്തോളം വലിപ്പം കാണാൻ ഇന്ന് പകൽക്കാലം ദർശനം വർദ്ധിക്കേണ്ടതിന് ദൈവിക വാഗ്ദത്തത്തിന്റെ ഒരു പ്രത്യേകത കൂടെ പറയാം. ദൈവം അബ്രഹാമിനെ വിളിച്ചു അല്ലേ? അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമെ ഞാൻ നിന്നെ 12:1 എന്നാ വായിക്കുന്നത്. അതിനുശേഷം ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ 12:1 ഉൽപ്പത്തി 12:1 ഞാൻ നിന്റെ പരിചയവും അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അയ്യോ, അത് 15-ാമത്തെ അധ്യായമല്ലയോ? 12:1 ഞാൻ പറഞ്ഞു. ഞാൻ 15 എന്നാണ് പറഞ്ഞിരുന്നേ, അല്ലല്ലോ 12 തന്നെയല്ലേ പറഞ്ഞു. കറക്റ്റാ. ഞാൻ നിന്നെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തനാ, ഞാൻ നിനക്ക് ഒരു കൊച്ചിനെ തരാവുന്നതാണോ? പറ. 75 വയസ്സുള്ള അപ്പച്ചൻ്റെ റിക്വയർമെന്റ് എന്നാ? അബ്രഹാമിന്റെ റിക്വയർമെന്റ് എന്നാ? ഒരു കുഞ്ഞിനെ. ദൈവം അവനോട് പറഞ്ഞ് ഞാൻ നിനക്ക് ഒരു കൊച്ചിനെ തരാവുന്നതാണോ? പിന്നെന്നാ? ഞാൻ നിന്നെ ഒരു വലിയ ഐ വിൽ മേക്ക് ഓഫ് ദി എ ഗ്രേറ്റ് നേഷൻ. ഹലോ, ദൈവം ഒരു മനുഷ്യന്റെ, ഒരു അപ്പച്ചന്റെ മുഖത്ത് നോക്കി, പ്രായമുള്ള ഒരു പിതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുക, ഞാൻ നിനക്കൊരു കൊച്ചിനെ തരാമെന്നല്ല പറഞ്ഞു, ഞാൻ നിന്നെ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു ഇന്ന് പകലിൽ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ വലിപ്പം ഈ പകൽ നമ്മൾ കാണണം. ഹല്ലേലൂയ. എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ചിലരുടെ വിഷനെ ദൈവം എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുക. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ദർശനങ്ങളുടെ താഴ്വര തന്നെ സ്വർഗം വെളിപ്പെടുത്തുന്ന ഒരു മണ്ഡലം ദൈവാത്മാവനോട് പറയുന്നു. ഇതിനകത്തേക്ക് ദൈവം ചിലത് ചെയ്യാൻ തുടങ്ങുക. ചിലരുടെ മേലേക്ക് വിഷന്റെ ഒരു എക്സ്പാൻഷൻ ദൈവം തരാൻ പോകുന്നു. ഇത് പകൽ വിശ്വസിക്കാമോ? കർത്താവ് അത് ചെയ്യുവാൻ പോകുക. ദൈവം അബ്രഹാമിനോട് പറയാം, ഐ വിൽ മേക്ക് ഓഫ് ദി ഗ്രേറ്റ് നേഷൻ. 75 വയസ്സുള്ളപ്പോഴാണ് ദൈവം പറഞ്ഞത് എന്ത്? പറ. ഞാൻ നിന്നെ. ഈ മനുഷ്യൻ 24 വർഷം പ്രാർത്ഥിച്ചു ഇല്ലേ? ഭക്തനാണ് അബ്രഹാം. യാഗമർപ്പിക്കാനൊക്കെ മിടുക്കനാ. ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തത പാലിക്കുന്നതിലും ശക്തനാണ് ആര്? അബ്രഹാം. 24 വർഷം പ്രാർത്ഥിച്ചപ്പോ അബ്രഹാമിന് എത്ര വയസ്സായി? പറ. 75കാരൻ 24 വർഷം കഴിഞ്ഞ് എത്രയായി? 84. 84 പറഞ്ഞാരുണ്ട്. ഈ 25 24 എത്രയാ? 75 24 90. അപ്പോ 75കാരൻ 24 വർഷം പ്രാർത്ഥിച്ചിട്ടും എന്തോ കിട്ടിയില്ല. വാഗ്ദത്തം ഒരു നേഷനാക്കുമെന്നാണ് വാഗ്ദത്തം. പക്ഷേ ഒരു കൊച്ചിനെ പോലും എന്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് 15 പറഞ്ഞ്, ഞാൻ എൻ്റെ ദാസനായ എലയാസറെല്ലാം കൊണ്ടുപോകാൻ പോയെന്ന് എനിക്കൊരു കൊച്ചിനെ തന്നിട്ടില്ല. ശ്രദ്ധിക്കേ. അപ്പൊ 24 വർഷം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനായി? പറ. വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞാൽ അബ്രഹാം തന്റെ ശരീരത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമിന്റെ ശരീരം എന്തായി?
ഒരു കുഞ്ഞിനെ ബയോളജിക്കലി ഉൽപ്പാദിപ്പിക്കാനുള്ള ബയോളജിക്കൽ സ്ട്രെങ്ത് ആർക്കില്ല? പറ. അബ്രഹാമിന് ഇല്ല. ഇപ്പോ അബ്രഹാമിന്റെ ശരീരം നിർജീവമായി. സാറയുടെ വൂമ്പോ, സാറയുടെ ഉദരമോ, ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യാനുള്ള സ്ട്രെങ്ത് അതിന് ഇല്ല. അതുകൊണ്ട് പറയാം, സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അബ്രഹാം ഗ്രഹിച്ചു. അപ്പൊ രണ്ടുപേരുടെയും ഫിസിക്കൽ കണ്ടീഷൻ. ദൂത് കേൾക്കുമ്പോ എന്നാ ഉണ്ടായിരുന്നു? പറ. ദൈവം അബ്രഹാമിനോട് ദൂത് പറയുമ്പോ അവന്റെ ശരീരത്തിൽ എന്തോ ഉണ്ട്? ആ ദൂത് പ്രാപിക്കാനുള്ള ഫിസിക്കൽ കപ്പാസിറ്റി ഉണ്ട്. ശരിയല്ലേ? 24 വർഷം കഴിഞ്ഞ എന്നായി? നിർജീവായി. സാറയ്ക്ക് പ്രാപ്തിയുണ്ടോ? അബ്രഹാമിന് പ്രാപ്തിയുണ്ടോ? സാഹചര്യങ്ങളെല്ലാം അവർക്ക് വിരോധമായപ്പോൾ ദൈവം അവനോട് പറയുന്ന ദൂതനാണ്. ദൈവം എന്നോട് പറയുന്നേ, അയ്യോ മോനെ, ഞാൻ നിന്നോട് ഒരു വാഗ്ദത്തം പറഞ്ഞ സമയത്ത് നിന്റെ ശരീരത്തിൽ ഒരു കപ്പാസിറ്റി ഉള്ള സമയത്ത് പക്ഷെ 24 വർഷമായിട്ട് എനിക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സോറി, ഐ എം സോ. അങ്ങനല്ലേ അബ്രഹാമിനോട് ദൈവം പറയണ്ടേ? പക്ഷെ ദൈവം എന്നാ പറഞ്ഞേ? 17:1 മുതൽ വായിച്ചേ. ദൈവം അബ്രഹാമിന് 91. ആ ആ ആ ആ ആ ആ ആ ആ. ഓ ഗ്ലോറി ടു ജീസസ്. 24 വർഷം കഴിയുമ്പോൾ അബ്രഹാമിന്റെ ശരീരം നിർജീവമായി. ഇല്ലേ? അവൻ സാറയുടെ ശരീരം നിർജീവാവസ്ഥ കണ്ടപ്പോ സോറി എന്നല്ല ദൈവം പറഞ്ഞത്. എനിക്ക് അബ്രഹാമിനോടൊരു നിയമമുണ്ട്. 99 വയസ്സായപ്പോൾ ദൈവം പറയുക, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഐ ആം ദ എൽ ശദ്ദായ്. ഞാൻ സർവശക്തിയുള്ള, I am the Almighty God. അവൻ എന്നിട്ട് അബ്രഹാമിനോട് ദൈവം പറയാ, എനിക്ക് അബ്രഹാമിനോട്, praise the Lord, അവൻ അബ്രഹാം ബഹുജാതികൾക്ക് ദൈവം പറയാ, thou shalt be a father of many nations. മനസ്സിലാകുന്നു. അവൻ ശരീരത്തിൽ ബലമുള്ളപ്പോൾ ദൈവം പറഞ്ഞത് ഒരു രാഷ്ട്രമാക്കാമെന്നാ. 25 വർഷം കഴിഞ്ഞപ്പോൾ, 24 വർഷം കഴിഞ്ഞപ്പോൾ അത് നിവർത്തിക്കപ്പെടാനുള്ള ഒരു സാധ്യതയും അവന്റെ ശരീരത്തിൽ ശേഷിക്കുന്നില്ല. അവന്റെ ഭാര്യയുടെ ശരീരത്തിൽ ശേഷിക്കുന്നില്ല. അന്നേരം ദൈവം നോക്കി, സോറി എന്നല്ല പറഞ്ഞത്. അവൻ 75-ൽ ഒരു രാഷ്ട്രമാക്കാമെന്ന് പറഞ്ഞവൻ ഈ ബലഹീനതക്കകത്തോട്ട് നോക്കിയിട്ട് പറയുക, ഇതിനകത്തുനിന്നൊരു കുഞ്ഞു, ഒരു രാഷ്ട്രം പുറത്തു വരത്തില്ലെന്നല്ല പറഞ്ഞത്. ഇതിനകത്തു നിന്ന് അനേക രാഷ്ട്രങ്ങൾ പുറത്തു വരാൻ തുടങ്ങുകയാണ്. എത്ര പേർക്ക് ഈ പകൽ മനസ്സിലാകുന്നുണ്ട് ദൂത്? എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിന്റെ ബലം കുറയുമ്പോൾ, നിന്റെ സാധ്യത കുറയുമ്പോൾ, നിന്റെ അവസരങ്ങളെല്ലാം വിരോധമാകുമ്പോൾ, നിന്റെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോൾ വാഗ്ദത്തം കുറയുകയല്ല, പകരം വാഗ്ദത്തത്തെ അവൻ ഡെവലപ്പ് ചെയ്യുന്ന, വാഗ്ദത്തത്തെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സ്വർഗ്ഗം ഈ പകൽ ജീവിക്കുന്നുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നു? ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്ന ദൂത് കേട്ടോ. നിന്റെ അസാധ്യതകൾക്കകത്തോട്ട് നോക്കി സോറി പറയുന്ന ഒരു ദൈവത്തെ അല്ല ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ തകർച്ചക്കകത്തോട്ട് നോക്കി അയ്യോ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറയുന്ന ഒരു ദൈവത്തെ അല്ല ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്നത്. അവൻ നിന്റെ പ്രതിസന്ധിക്കകത്തോട്ട് നോക്കി എനിക്ക് ഇതിനകത്ത് പ്രവർത്തിപ്പാൻ കഴിയില്ലെന്ന് പറയുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. പകരം നിന്റെ പ്രതിസന്ധിക്കകത്ത് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ വേറെ വാക്യം കൂടെ വായിച്ച് 18 ഇടാമോ? 18 ജനസിസ് 18 verses 18. 99 വയസ്സിൽ ഇവൻ എന്നോ ഇല്ല. 99 വയസ്സിൽ ഇവൻ എന്നാ ഇല്ല. അവൻ ബലമുണ്ടോ? 75-ലെ ബലമുണ്ടോ?
ആ ബലമില്ലാത്തവനോട് നോക്കിയിട്ട് പറയാ, Abraham shall surely become mighty and powerful nations. ബലമില്ലാത്തതിനകത്തു നിന്ന് ബലഹീനമായതല്ല പുറത്തു വരാൻ പോകുന്നത്. പകരം നിന്റെ ബലഹീനതയ്ക്കകത്തു നിന്ന് അവൻ ബലമുള്ള രാഷ്ട്രങ്ങൾ പുറത്തു വരാൻ തുടങ്ങുകയാ. ഇന്ന് പകൽ ദൈവാത്മാവനോട് പറയുന്ന ദൂത് ഞാൻ ദൈവസഭയ്ക്ക് കൈമാറാ. നിന്റെ ഇല്ലായ്മയ്ക്കകത്ത്, നിന്റെ വല്ലായ്മയ്ക്കകത്ത്, നിന്റെ തകർച്ചയ്ക്കകത്ത് നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തതിനെ അതിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു സർവശക്തന്റെ കാര്യം ഈ പകൽ ഇതിനകത്ത് നിനക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങുന്നു എന്ന് ആത്മാവ് ഈ പകൽ ദൂത് പറയുകയാ. നിന്റെ പ്രതിസന്ധികളെ കണ്ട് ഈ പകൽ നീ തളരണ്ട. നിന്റെ ഇല്ലായ്മകളെ കണ്ട് ഈ പകൽ നീ തളരണ്ട. നിന്റെ ശൂന്യതകളെ കണ്ട് ഈ പകൽ നീ തളരണ്ട. നിനക്ക് ചിന്തിക്കോ യേശുവിന്റെ നാമത്തിൽ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട് ഇത് പകൽ? ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചിലരോട് ഈ പകൽ പ്രവചിച്ചു പറയുക, നിന്റെ തകർച്ചക്കകത്തു നിന്ന് നിനക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത, നിനക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത, നിന്റെ ചിന്ത കൊണ്ട് ഒതുങ്ങാത്ത ചിലത് നിന്നിൽ നിന്ന് പുറത്തെടുക്കുക. ഈ പകൽ ദൈവത്തിന്റെ കാര്യം ഇതിനകത്ത് നിനക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങുന്നുവെന്ന്, ഇതിനകത്ത് നിനക്ക് വേണ്ടി ഓ 17:1 ദൈവം അബ്രഹാമിനോട് പറയുന്ന ദൂത് കേട്ടോ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ അബ്രഹാമിനോട്, അബ്രഹാമേ പറ, I am the Almighty God, സർവശക്തിയുള്ള I am the El Shaddai എന്ന പദം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. I am the Almighty God. എനിക്ക് എന്തോ ഉണ്ടെന്ന് പറഞ്ഞേ, സർവശക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നിനക്കേ ബലം കുറഞ്ഞിട്ടുള്ളൂ, ശരിയല്ലേ? നിന്റെ ചിന്തക്കകത്തെ സാധ്യത കുറഞ്ഞിട്ടുള്ളൂ. ഹലോ, നിന്റെ സാഹചര്യങ്ങളെ വിരോധമായിട്ടുള്ളൂ, പക്ഷെ നിന്റെ ദൈവത്തിന് സാധ്യത കുറഞ്ഞിട്ടില്ല. നിന്റെ ദൈവത്തെ നീ സേവിക്കുന്നവന് ശക്തി കുറഞ്ഞിട്ടില്ല. ഇന്ന് പകൽ വിശ്വസിക്കാമോ? ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് വേണ്ടി സർവശക്തന്റെ കരം ഈ പകൽക്കാലം ചലിക്കുമെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്നവർ ഇന്ന് പകൽ ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. തടസ്സങ്ങളെല്ലാം ഈ പകല് വഴിമാറാൻ തുടങ്ങുകയാണ്. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ ബലഹീനതകൾ, പ്രതിസന്ധികൾ, അവൻ തരത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ദുഷ്ടന്റെ ആധിപത്യങ്ങൾ ഈ പകൽ വഴിമാറാൻ തുടങ്ങുന്നുവെന്ന് ആത്മാവ് ഈ പകൽ ദൂത് പറയുകയാണ്. ഞാൻ ഒരു ചിന്തകൾ പറയാം. ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിന്റെ റിസോഴ്സ് വേണ്ട. തൊഴിലൊക്കെ സന്തോഷമുണ്ട്. നിനക്ക് വേണ്ടി ഒരു പ്രവൃത്തി അയക്കാൻ നിന്റെ സപ്പോർട്ട് ദൈവത്തിന് വേണ്ട. നിന്റെ സപ്പോർട്ടില്ലാതെ, നിന്റെ റിസോഴ്സ് ഇല്ലാതെ, നിന്റെ കരുത്തില്ലാതെ, ഒന്നുമില്ലാത്തതിനകത്തു നിന്ന് ഉൽപ്പത്തി 1:1 വായിക്കുന്നത് ഇങ്ങനെയല്ലേ? അവൻ യഹോവ കൽപ്പിച്ചു, അല്ലേ? ദൈവം കൽപ്പിച്ചു, അങ്ങനെയല്ലേ? ഉണ്ടാകട്ടെ. അവൻ ബാറഷിത്ത് എന്ന പദമാ. അവൻ ഉണ്ടാകട്ടെ. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? അതിനെ എക്സ്പാൻഡ് ചെയ്ത് പഠിച്ചാൽ ഫ്രം എക്സ് നിഹില്ലോ ടു എവരിതിങ് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഫ്രം എക്സ് നിഹില്ലോ, ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് അവൻ എവരിതിങ്ങിലേക്ക്, സകലത്തിലേക്കും നടത്താൻ. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇത് പകല്? പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് നിഹിലോ ടു എവരിതിങ് എന്ന് പറഞ്ഞാൽ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചില്ലേ? എങ്ങനെയാ സൃഷ്ടിച്ചത്? ആമേൻ, ഹല്ലേലൂയ. ആമേൻ. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാ: വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് പറഞ്ഞിട്ട് ആമേൻ അടുത്ത പദത്തിൽ വായിക്കുകയാണ്, ഈ കാണുന്ന ആമേൻ
ആമേൻ, വേൾഡ്സ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ലോകങ്ങൾക്ക്, അങ്ങനല്ലേ ആമേൻ, ഹല്ലേലൂയ, ഈ കാണുന്ന ലോകത്തിന് എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് the worlds were framed by the word of God. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? ഈ കാണുന്ന ലോകങ്ങൾക്ക്, ഹല്ലേലൂയ, ആമേൻ, എന്താ ആമേൻ, ദൃശ്യമായതല്ല കാരണമെന്നു വരുമാർ. അതിന്റെ അർത്ഥം ഈ കാണുന്ന ലോകമില്ലേ, വേൾഡ്, ലോകങ്ങൾ, അതിനെ ദൈവം ഫ്രെയിം ചെയ്ത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ? ദൃശ്യമായതല്ല എന്ന് പറഞ്ഞ കാണാൻ കഴിയാത്തതിനെ കൊണ്ട് ഈ ലോകത്തെ ഫ്രെയിം ചെയ്ത ഒരു ദൈവം ഉണ്ടെന്ന്. ഹല്ലേലൂയ, ശരിയല്ലേ? ആമേൻ. ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ തുടങ്ങിയ മൂലകങ്ങളെ കൊണ്ടല്ലേ ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത്? ഹല്ലേലൂയ, അതിനെ കൊണ്ടല്ലേ? ഹല്ലേലൂയ, പരമാണു എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു മൊട്ടുസൂചിയുടെ മുനയിലുള്ള എലമെന്റ്സ്, ഹല്ലേലൂയ, എണ്ണാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, ഒരു ദിവസം 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ച് ഒരു മനുഷ്യൻ എണ്ണാൻ തുടങ്ങിയാൽ ഒരു മുട്ടുസൂചിയുടെ അറ്റത്തുള്ള എലമെന്റ്സിനെ എണ്ണണമെങ്കിൽ 2.5 വർഷം വേണം. ഹലോ, അല്ലേ? എത്ര പേർക്ക് സന്തോഷമുണ്ട്? അങ്ങനെയാണെങ്കിൽ ഈ കസേരക്കകത്തൊക്കെയുള്ള എലമെന്റ്സ് എണ്ണാൻ എത്ര സമയം വേണം? മുട്ടുസൂചിയുടെ അറ്റത്തുള്ള എലമെന്റ് എണ്ണണമെങ്കിൽ ഒരു മനുഷ്യൻ 2 മണിക്കൂർ വെച്ച് എണ്ണിയാൽ 2.5 വർഷം എണ്ണിയാലും തീരുകയല്ലെങ്കിൽ അത്രയും കാണാത്ത കഴിയാത്ത സാധനങ്ങളെ കൊണ്ടാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെങ്കിൽ ആ ദൈവത്തിന്റെ കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കുന്നതെങ്കിൽ, ആ ദൈവം നിന്റെ ദൈവമാണെങ്കിൽ നിന്റെ സപ്പോർട്ടില്ലാതെ, നിന്റെ ഒന്നിന്റെയും സഹായമില്ലാതെ, നിന്റെ കരുത്തിന്റെ സാന്നിധ്യമില്ലാതെ, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയില്ലാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ ആമേൻ പറയാൻ എത്ര പേരുണ്ട്? സ്വോത്രം. ഞാൻ ഒരു വചന വെളിപ്പാട് പറയാം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിന് 14-ാമത്തെ വാക്കറിയാവും. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിന്റെ പ്രത്യേകത തന്നെ. വായിച്ചോ. ആ 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 ആ. അപ്പം എന്താണ് 14 and 15 പ്രത്യേകത? സന്ധ്യയായി, ഉഷസ്സുമായി, 4th ഡേ അല്ലേ, 4-ാം ദിവസത്തെ ക്രിയേഷനാണ്. ഏത് 4-ാം ദിവസത്തെ ക്രിയേഷനാണ് 14-15 വാക്യം. എന്താ 4-ാം ദിവസത്തെ ക്രിയേഷൻ? ദ ഡേ ആൻഡ് നൈറ്റ് ആണോ? വായിക്കുന്ന പകലും രാവും തമ്മിൽ വേർപിരിയാൻ ആകാശത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. 2 വെളിച്ചം അവ അടയാളങ്ങളാലും കാലം, ദിവസം, സംവത്സരം എന്നിങ്ങനെ തിരിച്ചറിയുവാനുമായിട്ട് ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശവിധാനത്തിൽ അവൻ വെളിച്ചങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ അപ്പൊ പകലും രാവും തിരിച്ചറിയാൻ 2 വെളിച്ചങ്ങളെ സൃഷ്ടിച്ചതാണ് 4-ാം ദിവസത്തിന്റെ പ്രത്യേകത. ശരിയല്ലേ? അതെങ്ങനെ പകലിനെ രാവിലെ തിരിച്ചറിയാൻ ദൈവം സൃഷ്ടിച്ച വെളിച്ചങ്ങളുടെ പ്രത്യേകത എന്താ? അതെന്ത് വെളിച്ചമാ? 136-ാം സങ്കീർത്തനത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നു, പകൽ വാഴുവാൻ പറ. ദാവീദ് അതിന് പേരിട്ടു ഇല്ലേ? സങ്കീർത്തനക്കാരന് പേരിട്ടു, പകൽ വാഴാൻ സൂര്യൻ, രാത്രി വാഴാൻ. അപ്പൊ വലിയ വെളിച്ചം ഏതാ? സൂര്യൻ. ചെറിയ വെളിച്ചം ഏതാ? അത് ഏത് ദിവസം ഉണ്ടായി? ശരിയാണോ? ആ സൂര്യന്റെ ചലനം കൊണ്ടല്ലേ 24 മണിക്കൂർ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു നമ്മൾ പഠിക്കുന്നല്ലോ. കിഴക്ക് കുതിക്കുന്നുമില്ല, പടിഞ്ഞാറ് അസ്തമിക്കുന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാലും അങ്ങനല്ലേ പഠിക്കുന്നത്. അതുകൊണ്ട് ആ 24 മണിക്കൂറിന്റെ ഒരു സർക്കിൾ, ആ 24 മണിക്കൂർ കൂടുമ്പോൾ ഒരു ദിവസം, അങ്ങനെ 30 ദിവസം കൂടുമ്പോൾ ഒരു 360 ദിവസം കൂടുമ്പോൾ ഒരു 12 മാസം കൂടുമ്പോൾ ഒരു
വർഷം, ശരിയല്ലേ? അതിനെ ഒരു വർഷത്തിന് പറയുന്ന പേരാ സംവത്സരം. മാസം, ദിവസങ്ങൾ, മാസങ്ങൾ, സംവത്സരങ്ങൾ. ഇനിയും പല സംവത്സരങ്ങൾ കൂടുന്നതാണ് കാലങ്ങൾ, യുഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഉണ്ടാകാൻ വേണ്ടി 24 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ദിവസവും 30 ദിവസത്തെ അല്ലെങ്കിൽ 31 ദിവസത്തെ ദൈർഘ്യമുള്ള ഒരു മാസവും 365 ദിവസമുള്ള ഒരു വർഷവും വർഷങ്ങൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു യുഗവും ഉണ്ടാകാൻ ദൈവം സെറ്റ് ചെയ്ത സെറ്റപ്പിനകത്തു പെടുന്നതാണ് എന്ത്? സൂര്യനും. ശരിയാണോ? അത് 4-ാം ദിവസം, ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇനി 3-ാമത്തെ ദിവസത്തിന്റെ ശിക്ഷ എന്താ? 3-ാമത്തെ ദിവസം വേഴ്സ് 9 വായിച്ചേ. ആ 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 ആ. അപ്പൊ 3-ാമത്തെ ദിവസത്തെ ക്രിയേഷനാ ലാൻഡ്. ഭൂമി ഉണ്ടാകട്ടെ എന്നല്ല, ഭൂമി കാണട്ടെ എന്നല്ലേ എഴുതിയിരിക്കുന്നത്? ഭൂമി കാണട്ടെ എന്നല്ലേ, ഒറിജിനലി കാണായി വരട്ടെ എന്നാ. ഉണങ്ങിയ നിലം കാണട്ടെ എന്നാ 9 എഴുതിയിരിക്കുന്നത്, അല്ലേ? ഉണങ്ങിയ നിലം കാണട്ടെ എന്നല്ലേ? അപ്പൊ കാണട്ടെ എന്നല്ല, കാണായി വരട്ടെ എന്നാ. അപ്പൊ ഉണങ്ങിയ നിലം നേരത്തെ ഉണ്ടായിരുന്നു. അതൊക്കെ പഠിപ്പിക്കണം, ഒത്തിരി സമയം വേണം. ശ്രദ്ധിച്ചേ, 4 മണിക്കൂറാണ് ഉൽപ്പത്തി ദിവസം 1-ാമത്തെ അധ്യായം പഠിപ്പിക്കാൻ. 1-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം പഠിപ്പിക്കാൻ 4 മണിക്കൂറാണ് വേണ്ടത്. 4 മണിക്കൂർ 1-ാമത്തെ വാക്യം, ഒറ്റ വാക്യം പഠിപ്പിക്കാൻ. അതിനകത്ത് പെടുന്നൊരു കാര്യം അത് ഞാൻ വിടുന്നു. ശ്രദ്ധിച്ചേ, ഭൂമി കാണായി വരട്ടെ എന്ന് പറഞ്ഞു. അതിന് ശേഷം അതതു തരം പറ, എനിക്ക് വചനത്തിന് വെളിപ്പാട് പറയാനാ. അതത് തരം വിത്തുള്ള സസ്യങ്ങളും പുല്ല് പറഞ്ഞു. ആ ആ ആ സന്ധ്യയായി, വിശ്വാസമായി. അപ്പൊ വിത്തുള്ള സസ്യങ്ങളും ഫലമുള്ള വൃക്ഷങ്ങളും ഉണ്ടായതെന്നാ. വൃക്ഷത്തിൽ ഫലമുണ്ടായത് 3-ാം ദിവസം. 4-ാം ദിവസം എന്തോ ഉണ്ടായത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന സാധനം പഠിച്ചിട്ടുണ്ടോ? അതെന്തുവാ? പറ. ഫോട്ടോസിന്തസിസും പഠിച്ചിട്ടില്ലയോ? എന്താ ഫോട്ടോസിന്തസിസും? ആ, ഡെഫിനേഷൻ പറഞ്ഞു. പച്ച മലയാളത്തിൽ ഞാൻ പറയാം. ഒരു സീഡ് ഭൂമിയിലേക്ക് ഇട്ടാൽ ഭൂമിയിലുള്ള ലവണങ്ങൾ വലിച്ചെടുത്ത് അതിന് നാമ്പ് വരും. ആ നാമ്പിനകത്തോട്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ സൂര്യപ്രകാശം അതിനെ ആഗിരണം ചെയ്തിട്ട് ഭൂമിയിലുള്ള ലവണങ്ങൾ കൊണ്ട് ഈ ചെടി വളരും. എന്നിട്ട് ഭൂമിയിലുള്ള ലവണങ്ങൾ കൊണ്ടും സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടും കൂടെയാണ് എന്തോ ചെയ്യുന്നത്? ചെടി വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നത്. അതല്ലേ എൻ്റെ ചോദ്യം? 3-ാം ദിവസം സൂര്യനുണ്ടോ? 4-ാം ദിവസം ആ സൂര്യൻ്റെ ക്രിയേഷൻ. 3-ാം ദിവസം എന്തോ ഉണ്ടായി? മനസ്സിലാകുന്നു? സയൻസ് പഠിപ്പിക്കുകയല്ല, സയൻസ് പഠിപ്പിക്കൽ ദൂത് പറയുക. ഹല്ലേലൂയ. സയൻസ് പഠിപ്പിക്കുന്നത് ഫോട്ടോസിന്തസിസ് ഇല്ലെങ്കിൽ ചെടി വളരത്തില്ല, ഫലം ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവം പറയുന്നത് സൂര്യൻ ഇല്ലാതെ അതിനെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കരം എനിക്കുണ്ടെന്നാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു എന്ന് മക്കളെ? എന്ന് പറഞ്ഞാൽ ഒരു റിസോഴ്സും ഇല്ലാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഇന്ന് പകൽ സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ടെന്ന് നീ തോന്നിയ, അവൻ ദൈവത്തിന്റെ ആത്മാവ് പറയുക, വഴികളെല്ലാം അടഞ്ഞെന്ന് നിനക്ക് തോന്നിയ, ഒരു നിലയിലും മുന്നോട്ട് പോകാൻ സാധ്യതയില്ലെന്ന് നിന്റെ മുമ്പിൽ ശത്രു വെല്ലുവിളിച്ചാൽ ഇപ്പൊ പറ, ഇല്ല, കരുത്തുള്ള ഒരു ദൈവം, സർവശക്തിയുള്ള ഒരു ദൈവം എനിക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് അവൻ നടക്കത്തില്ലെന്ന് നീ പറയുന്നത് അവൻ എനിക്ക് മുമ്പിൽ വെളിപ്പെടാൻ തുടങ്ങുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവൻ ദൈവത്തിന്റെ കാര്യം ഈ പകൽ നിനക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങുന്നു എന്ന് ആത്മാവ് ഈ പകൽ ദൂത് പറഞ്ഞാൽ പ്രതിസന്ധിയുണ്ട്, പോരുകളുണ്ട്, തടസ്സങ്ങൾ. ഒരു വചന വെളിപ്പാട് പറയാം. മോശയെ ദൈവം തിരഞ്ഞെടുത്തില്ലേ? അഹരോന്റെ ദൈവം മോശ പറഞ്ഞു, എനിക്ക് വേണ്ടി പരിപാടി.
കർത്താവ് പറഞ്ഞില്ല നിന്നെ കൊണ്ടേ. അവൻ ദൈവം പറയാ അഹരോനും മോശം കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോകും പാളയത്തിനകത്ത് പടയൊരുക്കം. പാളയത്തിനകത്ത് മോശയും അഹരോനും മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ദൈവം പറഞ്ഞു ഞാൻ തെളിയിക്കാൻ പോകുക. അങ്ങനെ തെളിയിക്കാൻ പോകുമ്പോൾ ദൈവം പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ഇസ്രായേലിലെ ഗോത്രപിതാക്കന്മാരെല്ലാം സമാഗമന കൂടാരത്തിന് മുമ്പിൽ വരാൻ പറഞ്ഞു. എന്നിട്ട് മോശയോട് പറയാം, മോശയെ നീ അവരോട് 12 ഗോത്രങ്ങളുടെയും പിതാക്കന്മാരുടെ സംഖ്യക്കൊത്തോണം 12 കൊമ്പുകൾ വെട്ടണം. ഹല്ലേലൂയ. എവിടുന്ന് വെട്ടണം? ബദാം കൊമ്പ് വെട്ടണം. എന്നിട്ട് അത് കൊണ്ടുവരണം. എന്നിട്ട് ഓരോ ഗോത്രങ്ങളുടെയും പേര് ഓരോ കൊമ്പയിൽ എഴുതി വെക്കണം. ശരിയല്ലേ? 12 ഗോത്രങ്ങളുടെയും പേരെഴുതണം. അതിൽ ലേവ്യ ഗോത്രത്തിൻ്റെ പേരെന്താ എഴുതണ്ട. അതിന് പകരം ലേവ്യ ഗോത്രത്തിന് പകരം അഹരോൻ എന്ന് എഴുതണം. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ ആ 12 കൊമ്പും കൊണ്ടുപോയി സമാഗമന കൂടാരത്തിൽ പെട്ടകത്തെ ചാരി വെക്കണം. ഹല്ലേലൂയ. അങ്ങനെ പെട്ടകത്തെ ചാരി വെച്ചിട്ട് നാളെ രാവിലെ നിങ്ങൾ പെട്ടകത്തിൻ്റെ മുമ്പിൽ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ വരണം. ആരുടെ വടി തളിർത്ത് പൂത്ത് അവൻ ഫലം കായ്ച്ചിരിക്കുന്നു അവനാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ 12 ഗോത്രം വീട്ടിൽ പോകുക. 12 ഗോത്രവും വീട്ടിൽ പോകുക. 11 ഗോത്രവും പോകുമ്പോൾ തുള്ളി ചാടിക്കൊണ്ട പോകുന്ന ലോക ചരിത്രം പഠിച്ചാൽ അവൻ കൃഷിയിൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റിൽ ഇസ്രായേൽ എന്ന് പറയുന്നവൻ്റെ അത്രയും വരാൻ ഒരുത്തനുമില്ല. അവർക്കറിയാം അഗ്രികൾച്ചർ സിസ്റ്റം ഇന്നും അവരാ ടോപ്പ്. ഹല്ലേലൂയ. അവർക്കറിയാം ബദാം കൊമ്പ് കിളിച്ച് അത് പൂത്ത് കായ്ക്കണം മിനിമം 15 വർഷം വേണം. ഇവിടെ 12 മണിക്കൂറിൻ്റെ ഒരു രാത്രി കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഒന്നും സംഭവിക്കാൻ പോകുന്നവർ ആനന്ദിക്കുക. നാളെ കൊണ്ട് അഹരോന്റെ പടം ഞങ്ങൾ മടക്കിക്കും. ഹല്ലേലൂയ. 11 ഗോത്രത്തിൻ്റെയും പാളയത്തിനകത്ത് ആനന്ദ നൃത്തം ചവിട്ടുക. നിങ്ങൾ ശ്രദ്ധിക്കണേ. പക്ഷെ 12ാമത്തെ ഒരു ഗോത്രമുണ്ട്, അതിനകത്തൊരു കുടുംബമുണ്ട്, അഹരോൻ. അന്ന് രാത്രി അഹരോനും ഉറങ്ങുന്നില്ല കേട്ടോ. കാര്യം അഹരോനും അറിയാം 12 മണിക്കൂർ കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചരിത്രം നോക്കിയാൽ ഒന്നും നടക്കുകയില്ല. കൊണ്ടുവച്ചത് ബദാം കൊമ്പ. അവൻ കിളിക്കണമെങ്കിൽ മാസങ്ങൾ എടുക്കും. അല്ലെങ്കിൽ അതിനകത്ത് ഫലം വരണമെങ്കിൽ, പൂക്കണമെങ്കിൽ, കായ്ക്കണമെങ്കിൽ 15 വർഷം മിനിമം എടുക്കും. അങ്ങനെയാണ് നാളെ പ്രഭാതം വരുമ്പോൾ എന്നെ ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കേണ്ടി വരും. അവൻ കരയുക. ശ്രദ്ധിച്ചേ, ഒരു കാമൻ കുടുംബത്തിന്റെ പാളയത്തിൽ കരച്ചിൽ നടക്കുന്നു. മറുപാളയം 11 ആഘോഷ തിമിർപ്പില്ല. പക്ഷെ പിറ്റേന്ന് പ്രഭാതമായപ്പോൾ ചരിത്രം തിരുത്തിക്കൊണ്ട് ഒരു ബദാം കൊമ്പ് പൂത്ത് ഫലം കായ്ച്ച് അവൻ തളിർത്ത് പൂത്ത് ഫലം കായ്ച്ചു. 15 വർഷം കൊണ്ട് നടക്കേണ്ടിയ പ്രോസസ്സിനെ ഒറ്റ രാത്രി കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു കരം ഹല്ലേലൂയ ആ ഗോത്രത്തിന് വേണ്ടി ചലിച്ചെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഇങ്ങനെ ദൂത് പറയാ, അഹരോന്റെ പാളയം മുഴുവൻ കരച്ചിലില്ല. ആമേൻ. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർത്ത ഉഷസ്സിലെ ആനന്ദഘോഷം കൊണ്ട് ആമേൻ പാളയത്തെ മാറ്റി എഴുതാൻ കഴിയുന്ന ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന രാപാർക്കും ഉഷസ്സിങ്കലോ ഉഷസ്സിങ്കലോ ആനന്ദഘോഷം വരുന്നു. അതിന്റെ അർത്ഥം എന്താ? ഇന്നലെ രാത്രികളിൽ നിന്നെ കരയിപ്പിച്ച വിഷയങ്ങൾക്ക് ഒരു രാത്രിയുടെ അവൻ സമയദൈർഘ്യം കൊണ്ട് വിരാമമിട്ടിട്ട് നിന്റെ കരച്ചിലിനെ മാറ്റി എഴുതി നിന്റെ പാളയത്തിനകത്ത് അവൻ ആനന്ദഘോഷം നൽകാൻ കഴിയുന്ന ഈ പകൽ ജനം ചേർന്ന് വരണം. ദൈവാത്മാവ് ചിലരെ വിടുവിക്കാൻ തുടങ്ങുകയാ. ചിലരുടെ കരച്ചിലുകൾക്ക് ഇന്നലകളിലെ ഹല്ലേലൂയ രാത്രിയുടെ യാമങ്ങളിൽ നീ ആരും അറിയാതെ കരഞ്ഞ ഉള്ളു തകർന്ന ചില വിഷയങ്ങൾക്ക് സാധ്യതകളൊന്നും നിന്റെ മുമ്പിലില്ല. അസാധ്യതകൾ മാത്രമാണ് നിൽക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, അതിന് വിരാമം കുറിച്ചുകൊണ്ട് നിന്റെ പാളയത്തിനകത്ത് ആനന്ദഘോഷം അവൻ നൽകി തരാൻ കഴിയുന്ന ഒരു ദൈവ പ്രവർത്തിക്ക് ഇന്ന് പകൽ കരഞ്ചലിക്കാൻ തുടങ്ങുന്നുവെന്ന് പരിശുദ്ധ ആത്മാവ് പകൽ ദൂത് പറയുകയാ. യേശുവിന്റെ നാമത്തിൽ ചിലരെ ദൈവം ജയം
ആമേൻ പറയാൻ പറ്റുന്നുണ്ട്. ഈ പകൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, വളരെ പ്രതീക്ഷയോടെയാ നീ രാജ്യത്ത് വന്നത്, വളരെ കണക്കുകൂട്ടലോടെയാ നീ രാജ്യത്ത് വന്നത്. ഇവിടെ വന്നപ്പോൾ നിനക്ക് ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, എന്നാൽ സാധ്യതകളെല്ലാം അടഞ്ഞു, വഴിയടഞ്ഞു, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഈ രാജ്യം വിട്ട് ഓടിപ്പോകത്തക്ക നിലയിൽ നിന്റെ മുമ്പിൽ ഒരു വഴിയുമില്ല. ആമേൻ, ഒരു വഴിയുമില്ല. ഇവിടെ നിന്ന് ഓടിപ്പോകത്തക്ക നിലയിലല്ലാതെ ഈ രാജ്യം വിടേണ്ട സ്ഥിതി വിശേഷം നിന്റെ മുമ്പിൽ വന്നു ഭവിച്ചിരിക്കുകയാ. എല്ലാവരാലും കൈവിടപ്പെട്ടവരായ അഹരോനെ പോലെ ഒറ്റയ്ക്ക് കരയുന്ന ജീവിതത്തെ നോക്കി ദൈവാത്മാവ് ഈ പകൽക്കാലം പ്രവചിച്ചു പറയുക, സ്വർഗം നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാ. ഒരൊറ്റ രാത്രി കൊണ്ട് അവൻ നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവ പ്രവർത്തിക്ക് ഈ പകൽക്കാലം തുടക്കമിടാൻ ഇന്ന് പകൽ വിശ്വസിക്കാമോ? പരിശുദ്ധാത്മാവനോട് പറയുന്നു, ഈ രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് ചിലർക്ക് വേണ്ടി ദൈവകരം ചലിക്കാൻ തുടങ്ങുക. ചിലർക്ക് വേണ്ടി ദൈവകരം ചലിക്കാൻ തുടങ്ങുക. അസാധ്യമെന്ന് ശത്രു വിധി എഴുതിയത്, നടക്കത്തില്ലെന്ന് പിശാച് വെല്ലുവിളിക്കുന്നത്, ഈ ഒരൊറ്റ ഓവർനൈറ്റ് പ്രോസസ്സിംഗ് എന്നൊരു പദം ദൈവാത്മാവ് പറയുന്നു. ഓവർനൈറ്റ് പ്രോസസ്സിംഗ്. ചില മണ്ഡലങ്ങൾ ദൈവാത്മാവിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ തുടങ്ങുക. നിന്നെ കരയിപ്പിക്കുന്ന ചില വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ മറുപടി വെളിപ്പെട്ടിട്ട് നിന്നെ എസ്റ്റാബ്ലിഷ് എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? അവൻ ആത്മാവിൽ നിന്ന് പ്രതികരിക്കുക. കരമടിച്ച് അന്യഭാഷയിൽ ആ ദൂതിന് മുമ്പാകെ ജനം ഒരുമിച്ച് ഇന്ന് പകൽ സ്തോത്രം ചെയ്യട്ടെ. ഒരു ദൈവ പ്രവർത്തിക്കാൻ, ഒരു ദൈവിക വിടുതലിനായി ഈ പകൽ ദൈവകരം ചലിക്കുകയാ. അസാധ്യങ്ങളാണ് നിന്റെ മുമ്പിൽ, തടസ്സങ്ങളാണ് നിന്റെ മുമ്പിൽ, വെല്ലുവിളികളാണ് നിന്റെ മുമ്പിൽ. ഇതുകൊണ്ട് അവസാനിക്കുമെന്ന് വിധി എഴുതിയ മാനുഷിക വാക്കുകളാണ് നിന്റെ മുമ്പിലെങ്കിൽ ഇന്ന് ദൈവാത്മാവ് പറയുന്നു, ഒരു ഓവർനൈറ്റ് പ്രോസസ്. ബ്രദർ, സിസ്റ്റർ, നിനക്ക് വേണ്ടി ഈ പട്ടണത്തിനകത്ത് നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാ. നടക്കത്തില്ലെന്ന് പിശാചു വിധി എഴുതിയ ആ പ്രതിസന്ധിക്കകത്ത് രക്തത്താൽ ചെയ്യും. അഹരോനെ വിളിച്ചത് നിന്റെ ദൈവമാണെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉത്തരവാദിത്വം ദൈവത്തിന്. മോശയെ വിളിച്ചത് ദൈവമാണെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉത്തരവാദിത്വം ദൈവത്തിന്. നീ കരഞ്ഞത് മതി, നിന്റെ പാളയത്തിന്റെ കരച്ചിൽ അവസാനിക്കാൻ അവൻ സമയമായി. സന്ധ്യയെങ്കിൽ നീ കരയുന്നത് രാവോളം തുടരുകയാ. എന്നാൽ ഒരു സൂര്യകിരണം നിനക്ക് വേണ്ടി അവൻ നിന്റെ പാളയത്തിലേക്ക് അടിച്ചിറങ്ങുമ്പോ നിന്റെ സ്ഥിതി മാറുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞാൽ അതിനോട് ആമേൻ പറയാ. എത്ര പേർക്ക് പകൽ കഴിക്കുന്നുണ്ട്? നിന്റെ ദൈവ സർവശക്തിയുള്ള ദൈവമാണ്. പരിശുദ്ധാത്മാവിനോട് പറയുന്നത് ദൂത് പറയാ. ഒരു ബദാം വൃക്ഷത്തിന് അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് വരണമെങ്കിൽ ഇറ്റ്സ് എ ലോങ് പ്രോസസ് അല്ലേ? മിനിമം അതിന്റെ സിസ്റ്റം നമ്മൾ പഠിച്ചാൽ മിനിമം 15 വർഷം വേണം. 15 വർഷം. 15 വർഷത്തെ ദൈർഘ്യമുള്ള സാധനം 12 മണിക്കൂർ കൊണ്ട് വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ അതിനല്ലേ ആമേൻ പറയണ്ടേ? അതല്ലേ സർവശക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞ അബ്രഹാമിന്റെ ദൈവം നിന്റെ കഴിവല്ല കേട്ടോ എൻ്റെ ശക്തി. ഹല്ലേലൂയ. നിനക്ക് ബലഹീനതയാണെങ്കിൽ അതിനകത്തേക്ക് തികഞ്ഞു വരുന്ന ഒരു ശക്തി പ്രകടിപ്പിക്കാൻ കഴിയുന്ന അവനൊരു കരമുണ്ടെന്ന ഇന്ന് പകൽ പറഞ്ഞ ബ്രദർ, ഈ പകൽ നിന്നോട് ദൈവാത്മാവ് പ്രവചിക്കുകയോ ഒരു കരം നിനക്ക് വേണ്ടി ഈ പകൽ ചലിക്കാൻ തുടങ്ങുന്നുവെന്ന്. അങ്ങനെ ദൈവാത്മാവനോട് പറയുന്നു, God is going to establish you. നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു കരം ഈ പകൽ ചലിക്കാൻ തുടങ്ങുക. നടക്കത്തില്ലെന്ന് പിശാചു വിധി എഴുതി വെച്ച ചിലത് വർഷങ്ങൾ കഴിഞ്ഞാലും നടക്കാൻ പോകുന്നില്ലെന്ന് ദുഷ്ടൻ വിധി എഴുതിയത് ചിലത്
ദൈവാത്മാവ് ഇന്ന് പകൽ നിനക്ക് വേണ്ടി കൈമാറാൻ. ഓ, നീ അത് കണ്ണുകൊണ്ട് കാണാൻ പോകുക. നടക്കത്തില്ലെന്നല്ലേ നിന്റെ വിചാരം. ഓ, ഒന്നും സംഭവിക്കാൻ പോകത്തില്ലെന്നല്ലേ നിന്റെ വിചാരം. എന്നാൽ ദൈവാത്മാവ് ഇന്ന് പകൽ പറയുക, ഇല്ല, ദൈവം നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന, ഇന്നലകൾ ശത്രു നിന്നെ ഒതുക്കിയ ശബര ഹതനഗരഗസി. ഈ മീറ്റിംഗ് ബ്രദർ അങ്ങൾ വേണ്ടി മാത്രം ക്രമീകരിച്ച പോലെ എൻ്റെ ഉള്ളിൽ തോന്നി. ഈ മീറ്റിംഗ് ഇന്ന് ദൈവാത്മാവ് പറയുക, ഈ ലോകത്തിൽ ആർക്കും ഇന്നൊരു വിടുതൽ നടന്നില്ലേലും നിന്റെ ജീവിതത്തിൽ ദൈവം ഈ പകൽ വിടുതൽ അയക്കാൻ പോകുക. ആർക്കും തൊടാൻ കഴിയാത്ത ചില വിഷയങ്ങളുണ്ട്, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രതിസന്ധികൾ, അവൻ വെല്ലുവിളികൾ നിന്റെ മുമ്പിലുണ്ട്. അവൻ ദുഷ്ടൻ പോരാടി ഒതുക്കുന്നത് പോലെ നാളുകളായി പുറേ നടന്ന് വെല്ലുവിളിച്ച് ഒതുക്കുന്ന ചില മണ്ഡലങ്ങളെ ദൈവാത്മാവ് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ന് പകൽ പറയുക, അതിനകത്ത് ഒരു വിടുതൽ. ആർക്കും ഈ പകൽ ഒരു വിടുതൽ നടന്നില്ല. നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ ദൈവത്താൽ ഒരു സർവശക്തന്റെ വല്ലഭത്വത്തിന്റെ കരുതൽ നീ അനുഭവിക്കാൻ സമയമായെന്ന് ആത്മാവ് ഈ പകൽ ദൂത് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ കേട്ട അഴിഞ്ഞു മാറട്ടെ. ശമനകരഗദന ഹംദനരഗദന അർത്ഥനേ റിവൽക്കമനഗഡഗസ്യ. ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വല്ലാത്ത പ്രതിസന്ധി മാസങ്ങൾ എടുത്താലും അഴിയാത്ത നിലയിൽ കുരുങ്ങിക്കിടക്കുന്നത് ദൈവാത്മാവ് ഈ പകൽ അഴിച്ചു കളയുക. വിശ്വസിക്കാമോ ഇന്ന് പകലിൽ? ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ ഉളവാക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം ഈ പകൽ നിനക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങുന്നുവെന്ന് ആത്മാവ് ഈ പകൽ ദൂത് കൈമാറുകയാ. യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ആ പ്രവൃത്തി സംഭവിക്കുക, ആ വിടുതൽ സംഭവിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ ഇന്ന് പകലിൽ. ദൈവത്തിന് റിസോഴ്സ് വേണ്ട. ദൈവത്തിന് ഒരു റിസോഴ്സും വേണ്ട, ആരുടെയും സഹായം വേണ്ട. അമ്മാച്ചൻ്റെ സഹായം വേണ്ട, കൊച്ചാപ്പൻ്റെ സഹായം വേണ്ട, ചേട്ടൻ്റെ സഹായം വേണ്ട, ആരുടെയും സഹായം വേണ്ട. ആരും സഹായിക്കാനില്ലെന്ന് നീ നിനക്ക് തോന്നുന്നെങ്കിൽ ഇന്ന് ദൈവാത്മാവ് പറയാം, ആ മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ കരം ഈ പകൽ ചലിക്കാൻ തുടങ്ങുക. ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഈ യോഗത്തിൽ ഈ പ്രാരംഭ സെക്ഷനിൽ ദൈവം ചില ഡെലിവറൻസിന് തുടക്കം കുറിക്കുകയാണ്. ചില കൃതദാസന്റെ ദൈവാത്മാവിനോട് ചില സ്പെസിഫിക് ആയ ഡെലിവറൻസുകൾക്ക് ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കുന്നുവെന്ന് ആത്മാവ് ഈ പകൽ പറയുന്നു. ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന് ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിച്ച വിഷയം ഞാനും കേട്ടതാ. സഭയ്ക്കൊരു ഹോളില്ലെന്ന്. ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് സാധ്യതകൾ നോക്കിയാൽ നടക്കുകയല്ല. ഒരു ഹോള് മേടിക്കാനുള്ള ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി, ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല ഇന്ന് പകൽ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, സ്വർഗം ഇതിനെ ഈ പട്ടണത്തിനകത്ത് ഉറപ്പിക്കാൻ ഇതിനകത്ത് ഹല്ലേലൂയ, ഈ പട്ടണത്തിനകത്ത് നിന്ന് ഇതിനെ പറിച്ചു കളയാൻ ശത്രു പദ്ധതിയിട്ട് കളമൊരുക്കി, അദൃശ്യ മണ്ഡലങ്ങളിൽ നിന്ന് കൂട്ടുകെട്ടുകൾ ഒരുക്കി, വെല്ലുവിളികൾ ഒരുക്കി പോരാടുന്ന മണ്ഡലത്തിൽ ദൈവാത്മാവ് ഇതിനെ ഈ പട്ടണത്തിൽ നാടാൻ പോകുകയെന്ന് അവൻ ദൈവാത്മാവിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുകയെന്ന് അവൻ നടക്കത്തില്ലെന്ന് വിധി എഴുതുന്ന സാഹചര്യങ്ങൾ അസാധ്യമായ മണ്ഡലത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ദൂത് പറയാം. നമ്മള് സെർച്ച് ചെയ്ത് ഈ എന്താ പറയുക, ഈ നമുക്ക് ഒരു ബിൽഡിംഗ് വിൽക്കാനിട്ടിട്ടുണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്ത് അതിന് ഓഫർ വെച്ച് നെഗോഷിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ ഇവിടെ സംഭവം നടക്കുന്നേ? അങ്ങനല്ലയോ? അങ്ങനെ നടക്കത്തുള്ളോ? അങ്ങനെ എൻ്റെ ചോദ്യം, അങ്ങനെ നടക്കത്തുള്ളോ? സ്വോത്രം വിശ്വസിക്കണം എന്ന് പകല് ഞാനൊരു ചിന്ത പറയാം. ഇവിടെ ഒരു സഭയിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല, ഈ UK യിലുള്ളൊരു സഭയാണ്, നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ അറിയാം, പാസ്റ്റർ അറിയാം. ഒരു ചർച്ചിൽ ശുശ്രൂഷിക്കാൻ ചെന്നു. അപ്പോൾ അവർക്കൊരു ഹോളിനുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുക.
എന്നോട് പറഞ്ഞിട്ട്, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞില്ല. ആ യോഗത്തിൻ്റെ ഇടയ്ക്ക് ദൈവാത്മാവിന് ഒരു ദൂത് പറഞ്ഞു. ദൂത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കൊരു ഹോള് വരാൻ പോകുന്നു. ആ ഹോളിനകത്ത് നിങ്ങളൊരു ഓഫർ വെച്ചിട്ടുണ്ട്. ആ ഓഫറിനകത്ത് നിങ്ങൾ വെച്ച റേറ്റ് കൊടുക്കാനുള്ള സ്ഥിതി ഇപ്പോഴത്തെ കണ്ടീഷന് നിങ്ങൾക്കില്ല. അവർക്ക് നല്ലൊരു ഓഫർ വെച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ, ഇനീഷ്യൽ പേയ്മെൻറ്റ്, ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബാക്കി ലോൺ ചെയ്തിട്ട് ചെയ്യാനാണ്. പക്ഷേ അതിന് തടസ്സമായി ആ പട്ടണത്തിൽ ഈ ഹോളിന് വേണ്ടി പിടിക്കുന്ന പലരുണ്ട്. മർത്തോമക്കാർ, യാക്കോബാർക്കകത്തൊക്കെ അതിലൊരിക്കൽ പലരും, അവർക്ക് എല്ലാവർക്കും ചർച്ച വേണം, എല്ലാവർക്കും ഹോൾ വേണം, അല്ല എല്ലാവരും ഒരു ഓഫർ കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് മുസ്ലിങ്ങളും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദൈവാത്മാവ് പറഞ്ഞു ഇവർക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ല. പക്ഷേ ദൈവാത്മാവിന് പറഞ്ഞു ഇതിനകത്ത് അവരുടെ ആ ചർച്ച് കമ്മിറ്റിക്കകത്ത് ഒരാളെ നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. ഹലോ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, ഇത് ഇവർക്ക് കൊടുത്താൽ മതി എന്ന് സംസാരിക്കാൻ ഒരാളെ വെച്ചിട്ടുണ്ട്. മാത്രമല്ല ആ വ്യക്തി സംസാരിച്ചാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വ്യത്യാസം വരും. നിങ്ങളുടെ 50,000 pounds ആണ് അവർ റെഡ്യൂസ് ചെയ്ത് കൊടുത്തത്. അങ്ങോട്ട് വെച്ച ഓഫറിനേക്കാൾ 50,000 pounds. ഇപ്പോൾ അതിൻ്റെ റിനോവേഷൻ നടക്കുക. അടുത്ത മാസം ഇനാഗുറേഷനാണ്. വിശ്വസിക്കാമോ ഈ പകലിൽ? മഹത്വം ദൈവത്തിന് പോകേണ്ടത്. ഞാൻ സ്ഥലവും കാര്യങ്ങളൊന്നും പറയാത്ത, നിങ്ങൾ വേണം എന്നോട് രഹസ്യമായി ചോദിച്ചാൽ പറഞ്ഞുതരാം. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ ദൈവങ്ങളോട് പറയാം, സ്വർഗ്ഗം ഒരു കാര്യം പദ്ധതിയിട്ടാൽ തടുക്കാൻ ഞാൻ പ്രവർത്തിക്കും. ആര് തടുക്കും? ഹല്ലേലൂയ. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഇന്ന് പകൽ വിശ്വസിക്കാമോ? ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ആത്മശക്തിയാൽ പുറത്തു വരാൻ തുടങ്ങുക. നടക്കത്തില്ലെന്ന് പറയുന്ന പ്രതിസന്ധികൾ ഇന്ന് പകൽ ആത്മാവ് നിറഞ്ഞവരാകുവീൻ എന്ന് പറഞ്ഞതിൻ്റെ ദൂതിലേക്കാണ് നമ്മൾ വരുന്നത്. ആത്മനിറവുള്ള ദൈവസഭയെ തടുക്കാൻ, ആത്മനിറവുള്ള ദൈവവൈതലിനെ തടുക്കാൻ, ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്നവന്റെ വാഗ്ദത്തത്തെ തടുക്കാൻ ഒരു ശത്രുവിനെയും അനുവദിക്കാതെ നിനക്ക് വേണ്ടി അത്ഭുതത്തിന്റെ കരം അസാധ്യതകളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ ഈ ന്യൂകാസിൽ മലയാളം ഫെലോഷിപ്പിന് വേണ്ടി ദൈവത്താൽ വെളിപ്പെട്ടു വരുന്നുവെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുകയാണ്. പറയാൻ എത്ര പേർക്ക് പറ്റും? ഇന്ന് പകൽ അസാധ്യതകൾ വഴിമാറാൻ തുടങ്ങുകയാണ്. ഓടിപ്പോ, നമ്മുടെ മുഖവരയിലോട്ടൊന്നും കയറിയിട്ടില്ല. ശ്രദ്ധിച്ചേ, ദൈവത്തിന് ഒരു വാഗ്ദത്തം നിവർത്തിക്കാൻ ഒരു റിസോഴ്സും വേണ്ട. സൂര്യൻ്റെ സഹായമില്ലാതെ ഫലമുളവാക്കാൻ കഴിയുമെങ്കിൽ പെട്ടകത്തെ ചാരി വെച്ച ആ വടിക്ക് മണ്ണിൻ്റെ ഗന്ധമില്ല. ഉണ്ടോ? വെള്ളത്തിൻ്റെ അംശമുണ്ടോ? ഇല്ല. സൂര്യപ്രകാശമുണ്ടോ? കുറ്റാക്കൂറ്റിരുട്ട അല്ലേ? സൂര്യപ്രകാശമില്ലാതെ, വെള്ളത്തിൻ്റെ ഗന്ധമില്ലാതെ, മണ്ണിൻ്റെ സാന്നിധ്യമില്ലാതെ വേരിറങ്ങി തളിർ വന്നു കഴിഞ്ഞിട്ടില്ല. തളിർത്താൽ തന്നെ കുറേ ദിവസം എടുക്കും പൂക്കാൻ. പൂത്താൽ അത് ഫലമാകാൻ കുറേ ദിവസം പിന്നെ എടുക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 12 മണിക്കൂർ കൊണ്ട് നടന്നത് എന്നാന്നാ ചോദ്യം. അത് മിറക്കൽ എന്ന് പറഞ്ഞാൽ മതിയോ പാസ്റ്റേ? വീര്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ മതിയോ? അതിനപ്പുറത്തൊരു പദം ഉണ്ടേ, അത് പറയണ്ടേ? ഈ പകൽ പറയുന്നത് മനസ്സിലാക്കുന്നു. ഇതിനകത്ത് അഹരോനും മോശയും ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്ത് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കരയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, രാത്രിയുടെ യാമങ്ങളിൽ ഏങ്ങലടിച്ച് കരയുന്ന കണ്ണുനീരിൻ്റെ കണ്ണുനീര് കൊണ്ട് നിന്റെ കിടക്കയെ നനയിക്കുന്ന വ്യക്തിത്വമേ, നിന്നോട് ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നത്, നിന്റെ കൂടാരത്തിനകത്തെ കരച്ചിൽ മാറാൻ സമയമായി. നിന്റെ കൂടാരത്തിനകത്തെ നിലവിളി മാറാൻ സമയമായി. ഓ, ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഇയ്യോബ് പറയുന്നത് പോലെ ഇപ്പോ ആകാശത്തിൽ വെളിച്ചം ശോഭിച്ചു കാണുന്നില്ല. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിച്ചു കാണുന്നില്ല. ഇയ്യോബേ, നിന്റെ മുമ്പിൽ ഒരു വിടുതലിന് വഴി കാണുന്നില്ലല്ലേ? അവൻ പറയുക, ഒരു മരമായാൽ പ്രത്യാശയുണ്ട്, വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. അത് വെട്ടിക്കളഞ്ഞാൽ അതിന്റെ വേരു മണ്ണിനകത്തുണ്ടെങ്കിൽ അവൻ ജലത്തിന്റെ അംശം വലിച്ചെടുത്ത് അതിന് തളിർ വരും. എന്നാൽ എന്റെ വിഷയം അങ്ങനല്ല. വേരറ്റ 2
രണ്ടൊരു ചത്ത് അവൻ വല്ലാതെ തകർന്നതാ എൻ്റെ ജീവിതം. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിച്ചു കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല, പ്രത്യാശയ്ക്കും വകയില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, അവൻ യോബ് പറയുന്ന പദം ഹല്ലേലൂയ, അവൻ ഒരു കാറ്റ് കടന്ന് ഈ ഇരുട്ടുമാറി വെളിച്ചം വരാൻ തുടങ്ങുക. ഏതാ കാറ്റ്? യോഹന്നാൻ 6:8 പറയുകയാ, അവൻ കാറ്റ് ഇഷ്ടമുള്ളിടത്തെ കൂതുന്നു. അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടെ നിന്ന് പോകുന്നോ എന്നോ അറിയുന്നില്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തുന്നവനെല്ലാം അങ്ങനത്രേ. കാറ്റിനെ ദൈവാത്മാവിനോട് ഉപമിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പകൽ ദൂതനെ ഇങ്ങനെ കണക്ട് ചെയ്യുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുക, ഇപ്പോൾ ആകാശം ഇരുളുമൂടി, കാവലൊരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ, വെളിച്ചം കാണാൻ വഴിയില്ലാതെ, വാതിൽ അടഞ്ഞു കിടക്കുന്ന ചില വിഷയത്തിനകത്തേക്ക് ദൈവാത്മാവിന്റെ കാറ്റ് ഈ പകൽ പാഞ്ഞിറങ്ങാൻ തുടങ്ങുകയാ. നിനക്ക് വേണ്ടി ആത്മശക്തി ഈ പകൽ ചില മണ്ഡലങ്ങൾ ചലിക്കാൻ തുടങ്ങുന്നുവെന്ന്. നടക്കത്തില്ലെന്ന് വിധി എഴുതിയ, സാധ്യതയില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, അസ്ഥി നിറഞ്ഞ ഒരു താഴ്വര വ്യക്തികളോട് ദൂത് പറയുന്നു ദൈവാത്മാവ്. പ്രത്യാശയ്ക്ക് ഭംഗം വന്ന്, പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ, മാംസമില്ലാതെ, ത്വക്കില്ലാതെ, ഞരമ്പില്ലാതെ, ഒരു നിലയിലും ഒരു ജീവന്റെ ചലനമില്ലാതെ കിടക്കുന്ന അസ്ഥി താഴ്വര. എന്നാൽ അതിനകത്തേക്ക് ദൈവത്തിന്റെ കാറ്റിറങ്ങി വന്നപ്പോൾ അവൻ തിരുവെടുത്ത് ഇങ്ങനെ പറയുകയാ, അവൻ ഒരു സൈന്യം അതിനകത്തുനിന്ന് പുറത്തു വരികയാണ്. ഡ്രൈ ബോൺസിനെ ഒരു സോൾജിയർ, ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ് ആക്കി മാറ്റിയ ദൈവത്തിന്റെ കരത്തിന്റെ ചലനം പോലെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നടക്കത്തില്ലെന്ന വിധി എഴുതിയ മനുഷ്യന്റെ എല്ലാ മണ്ഡലങ്ങളുടെയും വിധി എഴുത്തിന്റെ നടുവിൽ നിന്ന് പരിശുദ്ധാത്മാവ് ചിലതിനെ പേര് ചൊല്ലി വിളിക്കാൻ തുടങ്ങുകയാ, ചിലതിനെ വിളിച്ചു പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങുകയാ. അവൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നടക്കത്തില്ലെന്ന് വിധി എഴുതിയ ചില വിധി എഴുത്തുകൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരാൻ തുടങ്ങുകയാണ്. അവൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഒരു വചന വെളിപ്പാട് പറയുന്നു, ലാസറിന്റെ കല്ലറ, ആ കല്ലറയിൽ നിന്നുകൊണ്ട് തന്റെ സഹോദരിയായ മറിയ പറയുന്ന ഒരു പദമുണ്ട്, യേശുവേ നീ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ആമേൻ ഹല്ലേലൂയ. മറ്റവൾ പറയുക, മാർത്ത പറയുകയാ, പുനരുത്ഥാന നാളിൽ അവൻ എഴുന്നേറ്റ് വരുമെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവ് പറയാ, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുകയാ. വിശ്വസിച്ച നീ വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുക. നിങ്ങൾ ശ്രദ്ധിക്കണേ, ആ കല്ലറക്കകത്ത് പുറത്തു നിന്നുകൊണ്ട് ദൈവം പറയുന്നൊരു പദമുണ്ട്, ലാസറേ പുറത്തു വരിക. ഡയൂറോ, ആമേൻ എന്നൊരു പദമാ, ഡയൂറോ എന്ന പദമാ. എന്താ അതിന്റെ അർത്ഥം? ലാസറേ പുറത്തു വരിക. നിങ്ങൾ ആ പദം പഠിക്കണം, ശ്രദ്ധിക്കണേ. ആ ലാസറിനെ അടക്കിയ മണ്ഡലം ഒന്ന് പഠിച്ച വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ ആ ലാസറിന്റെ പശ്ചാത്തലം, അവൻ ഇസ്രായേൽ ജനം ചിതറിപ്പോയി. അവൻ BC 724 മുതൽ BC 639 വരെയുള്ള കാലഘട്ടങ്ങളിൽ 10 ഗോത്രങ്ങൾ അടങ്ങുന്ന ഇസ്രായേൽ, അവൻ അശൂരിൽ നിന്ന് വന്ന അശൂർ രാജാക്കന്മാർ, അശൂർ ബാനിപ്പാലും തിഗ്ലത്ത് പിൽനേസറും തുടങ്ങി സർഗോൺ സൽമനേശർ സൻഹേരിബ് തുടങ്ങിയ അവൻ അശൂര്യ രാജാക്കന്മാർ അവരെ പിടിച്ചു കൊണ്ടുപോയി പ്രവാസത്തിലിട്ടു. ആ ജനം മടങ്ങി വന്നില്ല. അങ്ങനെ തകർന്നു പോയ ഒരു ജനം, ആ കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടം ജനം പോയി ഈജിപ്തിൽ പാർത്തു. അവിടെ നിന്ന് മടങ്ങി വന്ന ജനമാണ് ആമേൻ ബഥാനിയിൽ പാർക്കുന്ന ലാസറിന്റെ കുടുംബം. അവര് ലാസറിനെ കല്ലറയിൽ അടക്കിയപ്പോ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ ബഥാനിയയിലെ ലാസറിനെ അടക്കിയത് ഈജിപ്തിൽ ബോഡി മമ്മിഫൈ ചെയ്യുന്നത് പോലെ.
ഇന്റേണൽ ഓർഗൻസുകൾ റിമൂവ് ചെയ്ത്, ശരീരത്തിലെ ബ്ലഡ് റിമൂവ് ചെയ്ത്, ആമേൻ, ശരീരം എംബാം ചെയ്ത് കല്ലറക്കകത്ത് വെച്ചേക്കുക. കർത്താവ് അതിന് മുമ്പിൽ നിന്ന് വിളിച്ചു പറയാ, ഡയൂറോ, അതിന്റെ അർത്ഥം ലാസറെ പുറത്തു വരിക. ഒറ്റ സെക്കൻഡിൽ ലാസർ പുറത്തു വന്നു. ഒറ്റ സെക്കൻഡിൽ ലാസർ പുറത്തു വന്നു. ശ്രദ്ധിക്കണേ, ഇന്റേണൽ ഓർഗൻസ് ഇല്ലാത്തവൻ പുറത്തു വന്നെന്ന്, ബ്ലഡ് ഇല്ലാത്തവൻ പുറത്തു വന്നെന്ന്, അവൻ കെട്ടപ്പെട്ടവൻ പുറത്തു വന്നെന്ന് മനസ്സിലാക്കുന്നു. അവൻ ഇന്റേണൽ ഓർഗൻസ് ഇല്ലാത്ത ശരീരത്തിനകത്തേക്ക് അവൻ ജീവൻ വ്യാപരിച്ചതിന്റെ കാര്യമെന്ന്, അസാധ്യതകൾക്കകത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ വിളിച്ചു വരുത്താൻ കഴിയുന്നവന്റെ വാക്കാണെങ്കിൽ ഈ പക ദൈവാത്മാവ് വചന വെളിപ്പാട് പറയുക, നടക്കത്തില്ലെന്ന് പറയുന്നത് ചിലത് ദൈവം ചെയ്യാൻ പോകുക. ജീവൻ ഉണ്ടാകണമെങ്കിൽ ബ്ലഡ് വേണം. നമ്മൾ മെഡിക്കൽ സയൻസിൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്ത് നിങ്ങളോട് പറയണോ ഓർഗൻസ് ഇല്ലാത്ത ഒരാളുടെ പ്രത്യേകത? രണ്ട് കിഡ്നി ഫെയിലിയർ ആയാൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഡയാലിസിസ് ചെയ്യണ്ടേ? ശരിയാണോ? നമ്മൾ ബ്ലഡ് ആ ഒരു മിഷനകത്തൂടെ കടത്തി വിട്ട് അതിനെ എല്ലാം പ്യൂരിഫൈ ചെയ്ത്, ഇല്ലെങ്കിൽ 24/7 ഓടും ഇത്. ആ ബ്ലഡിനകത്തുള്ള ഹീമോഗ്ലോബിൻ എല്ലാം കൂടെ വല്ലാണ്ടായിട്ട് അല്ലേ HB അങ്ങോട്ട് കൂടി എന്തായി തീരും അത്? കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു ഒരു ബ്രദറിന് ഒരു അസുഖമുണ്ട്, പുള്ളിക്ക് ഇത് പ്രശ്നം ഇതാ, പുള്ളിയുടെ ബ്ലഡ് അങ്ങ് കട്ടിയാകുക. അതിനകത്ത് പ്ലേറ്റ്ലെറ്റ്സ് കൂടുക. സ്വോത്രം, നമുക്ക് ഒരു ലിമിറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലഡ് കട്ടിയാവും. അതിനല്ലേ നമ്മുടെ കിഡ്നി വെച്ചേക്കുന്നേ, ശരിയല്ലേ? അങ്ങനെ ആണെങ്കിൽ രണ്ട് കിഡ്നി ഇല്ലാത്ത ലാസർ പുറത്തു എന്ന് പറഞ്ഞാൽ എന്നാ വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദ്യം. സ്വോത്രം. ഒറ്റ ഓർഗൻ അവൻ്റെ അകത്തില്ല കേട്ടോ, പക്ഷേ ഒറ്റ വിളിക്ക് മുമ്പിൽ യേശു ലാസർ പുറത്തു വരിക. എന്നെ സന്തോഷിപ്പിച്ചൊരു ചിന്ത കൂടെ പറയാം. ലാസറിന്റെ ടോമ്പിനെ കുറിച്ച് പഠിച്ചാൽ, ലാസറിന്റെ കല്ലറെ കുറിച്ച് പഠിച്ചാൽ 40 സ്റ്റെപ്പുകൾ ഇറങ്ങി ചെന്നിട്ട് വേണം ആ ശവം വെക്കാൻ. 40 സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് ഇറങ്ങിച്ചെന്നതിനകത്ത് ലാസറിന്റെ കല്ലറയ്ക്കകത്ത് ലാസറിനെ വെച്ചു. ലാസറിനെ പുറത്തു പോകാന്ന് പറഞ്ഞപ്പോൾ ഈ ലാസർ ചാടി പുറത്തു വന്നു. ഹല്ലേലൂയ. നീ പുറത്തു വന്നെ യേശു പറഞ്ഞ പദം എന്നാന്നറിയാമോ? അവൻ്റെ കെട്ടഴിപ്പിന് അവൻ പോകട്ടെ. അപ്പം ലാസർ എങ്ങനെ പുറത്തു വന്നേ? ശരിയാണോ? കെട്ടപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കണം 18 ലെയർ ശീലയാണ് ചുറ്റിയേക്കുന്നത്. 18 കെട്ട് 18 ലെയർ ശീല കൊണ്ട് ചുറ്റിക്കെട്ടി അതിനകത്ത് കെമിക്കൽ അതിനകത്ത് സുഗന്ധവർഗ്ഗങ്ങൾ വെച്ച് ആ ലാസർ കല്ലറയ്ക്ക് പുറത്ത് വന്നപ്പോൾ എൻ്റെ ചോദ്യം, സാക്രൈസ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടില്ലയോ? സാക്രൈസ് പണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ സ്കൂളിലെ പ്രോഗ്രാമിനൊക്കെ അല്ലെങ്കിൽ നാട്ടിലെ പ്രോഗ്രാം കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ചാക്കിനകത്ത് കയറി ഓടും. ശരിയല്ലേ? ഹലോ, ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഓസ്ട്രേലിയയിൽ ചെന്നു. 2019 ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റേ ഇന്ന് ഞങ്ങളുടെ ചർച്ചിൻ്റെ ഔട്ടിങ് പാസ്റ്റർ വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞു ഓക്കെ വരാം, വേറെ മീറ്റിംഗ് ഇല്ലല്ലോ. എന്നെ വിളിച്ചോണ്ട് പോയി. എന്ന് പറഞ്ഞു പാസ്റ്റർ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റുള്ളൂ. സ്വോത്രം. അവർ പറഞ്ഞു ഞാൻ ഇതിനകത്തൊന്നും പെടുന്ന പാർട്ടിയല്ല. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ചാക്രൈസിനകത്തെങ്കിലും കയറിയേ പറ്റും. എന്നെ അതിനകത്ത് തള്ളിക്കയറ്റി. 3ാമത്തെ ചാട്ടത്തിന് ഞാൻ മൂക്ക് കുത്തി താഴെ പോയി. എത്ര പേർക്ക് മനസ്സിലാകുന്നത്? നിങ്ങൾ ചിരിച്ചേറ്റ കാര്യമല്ല, ഞങ്ങൾ ഇത്ര വീണതാന്നാ. ഹല്ലേലൂയ. ശരിയാണോ? അങ്ങനാണെങ്കിൽ ചാക്കിനകത്ത് കയറി ചാടിയ 3ാമത്തെ നിലയിൽ 3ാമത്തെ സ്റ്റെപ്പിൽ താഴെ വീഴുമെങ്കിൽ ഹല്ലേലൂയ 18 ലെയർ കെട്ടിവെച്ചവൻ 40 സ്റ്റെപ്പ് എങ്ങനെ കയറിയെന്നാ ചോദ്യം. ഹലോ, 40 സ്റ്റെപ്പ് എങ്ങനെ? ആരും പിടിച്ചോണ്ട് വന്നതല്ലെന്നേ, ഒറ്റ വിളിക്ക് പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ആർക്കും കയറാൻ പറ്റാത്ത ആ പടവുകൾ ചാടിയവൻ പുറത്തു വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു ദൈവവേദനു വേണ്ടി ദൈവം കൽപ്പിച്ച അസാധ്യതകളാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിലും ഇന്ന് പകൽ ആ അസാധ്യത വഴിമാറും. നടക്കത്തില്ലെന്ന് പറയുന്ന സാധ്യതകളില്ലെന്ന് പറയുന്ന ശത്രുവിന്റെ ആരവങ്ങൾ എത്ര വലുതായി നിന്റെ മുമ്പിൽ നിന്നാലും ഇന്ന് പകൽ വഴിമാറാൻ പോകുകയോ യേശുവിന്റെ നാമത്തിൽ ആ കെട്ടിപ്പകൽ പൊട്ടാൻ തുടങ്ങുന്നു എന്ന് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ചെറുതാക്കല്ല. ദൈവം പറയുന്ന വാഗ്ദത്തത്തെ ചെറുതായി കാണില്ല. നമ്മളെപ്പോഴും കനാനാണ് വാഗ്ദത്തം. ഞാൻ അതിലേക്ക് പറഞ്ഞു വരിക. അബ്രഹാമിന്റെ വാഗ്ദത്തം കനാനാന്നും പറഞ്ഞിരിക്കരുത്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം കനാനല്ല. ഇന്നും പലസ്തീൻ്റെതാണ്,
ഇപ്പൊ പലരും പറഞ്ഞ് സിറിയയും ജോർദാനും ഒക്കെ സമാധാനപ്പെട്ടിരിക്കുക, കുഴപ്പമില്ല, ഇത്തിരി കഴിഞ്ഞത് തുടങ്ങുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. വേദപുസ്തകം പഠിച്ചാൽ തുടങ്ങുന്നേ ഉള്ളൂ. അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ, ആർക്കും പിടിക്കാൻ പറ്റാത്ത നിലയിൽ. ഹല്ലേലൂയ. ഞാൻ ഈ സോഷ്യൽ മീഡിയയുടെ ന്യൂസ് കാണുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് ന്യൂസ് കാണുന്നത് വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഇസ്രായേലിനുള്ള ബന്ധത്തിലുള്ള ന്യൂസ്. അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ച് പഠിപ്പിക്കാറുണ്ട് അതുകൊണ്ട്. ഹല്ലേലൂയ. പക്ഷേ പല നാട്ടിലെ പല മിടുക്കന്മാരും പറഞ്ഞ് ഇസ്രായേൽ അങ്ങനെ പോയി, ഇസ്രായേൽ ഇങ്ങനെ പോയി. ഞാൻ പറയാം, തൊടുകയല്ല. അവനെക്കുറിച്ച് വേദപുസ്തകം വായിക്കാത്തതുകൊണ്ട്. വേദപുസ്തകത്തിൽ വായിക്കുന്നത് വിറകിനടിയിലെ തീച്ചട്ടി എന്നാ. വിറകിനടിയിലെ തീച്ചട്ടി ആര് തൊട്ടാലും പൊള്ളും. ലോകരാജ്യങ്ങൾ മുഴുവൻ, അമേരിക്കയെതിരായാലും ബ്രിട്ടനെതിരായാലും ലോകരാജ്യങ്ങൾ മുഴുവനെതിരായാലും ഇസ്രായേലിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്നാണെന്നറിയാമോ? വിറകിനടിയിലെ തീച്ചട്ടി എന്ന നിലയിൽ ദൈവം വെച്ചിട്ടുള്ളവനെ തൊടാൻ ആർക്കും കഴിയില്ല. ഇന്ന് പകൽ തകർക്കുമെന്ന് ശത്രു പറഞ്ഞവനെ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ നടുവിൽ ഇത്രത്തോളം നിർത്തിയെങ്കിൽ ഞാൻ ആമേൻ പറയാൻ ഒരു ദൂത് പറയാം. അസാധ്യതകൾ സാധ്യമാകുമെന്ന് പറയാൻ ഒറ്റ ചിന്ത പറഞ്ഞാൽ മതി. ഗൾഫിൽ നിന്ന് വന്നവർ എത്ര പേരുണ്ട് ഇവിടെ? ഭൂരിഭാഗം ഗൾഫിൽ നിന്ന് വന്നാ അല്ലേ? സ്തോത്രം. 27 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുണ്ട്. 27 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ. ശരിയാണോ? 27 രാഷ്ട്രങ്ങളില്ലയോ? മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ മാത്രം 27 ഉണ്ട് ഇല്ലേ? ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാഷ്ട്രം ഇല്ലയോ? 12-1 പറഞ്ഞു ഞാൻ നിന്നെ ഒരു രാഷ്ട്രം, 17 പറഞ്ഞു അനേക രാഷ്ട്രം. അബ്രഹാമിന് എത്ര മക്കളുണ്ട്? സ്തോത്രം. രണ്ടിലെങ്കിലും ഒന്ന് പറഞ്ഞു പിന്നെ രണ്ടിലെങ്കിലും എത്തിയല്ലോ. ശരിയാണോ? അബ്രഹാമിന് 8 മക്കളാകട്ടോ. 6 1 2 അല്ല. നിങ്ങൾ വെറുതെ 1 2 പറയല്ലേ. ഇസഹാക്ക്, വാക്തത്ത, ഇസ്മായേൽ ഇല്ലയോ? ഹാഗാറെ, കെതൂറയുടെ 6 മക്കളില്ലയോ? ഉൽപ്പത്തി 25 വായിച്ചു നോക്കണം. 8 മക്കളാ. ഈ ഇസഹാക്കിൽ നിന്നാണ് ഇസ്രായേൽ ഒരു രാഷ്ട്രം. പിണങ്ങിയോ? സ്വോത്രം. ഇസ്രായേൽ ഒരു രാഷ്ട്രം. ബാക്കി 7 എണ്ണം ഇല്ലയോ? ഇസ്മായേൽ, കെതൂറയിലെ ഇല്ലയോ? 25-1 അങ്ങനെ എഴുതിയേക്കുന്നേ. എഴുതി വായിച്ചു ഒന്ന് വായിച്ചു. മതി ബാക്കിയുള്ള വായിക്കണ്ട. സ്തോത്രം. 6 മക്കളുടെ പേരവിടെ ഉണ്ട്. സിമ്രാനും ഒക്താനൊക്കെ പറഞ്ഞ് കിടക്കട്ടെ പോട്ടെ. അപ്പോൾ ആ 6 മക്കൾ പ്ലസ് ഇസ്മായിൽ 7 നിന്നാണ് 26ഓളം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പുറത്തു വന്നത്. അന്നേരം അബ്രഹാമിന് എന്തോ ഇല്ല. അബ്രഹാം തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചു. സാറ തൻ്റെ ശരീരത്തിൻ്റെ പറ. ദൈവം എന്നാ പറഞ്ഞേ? ഞാൻ ബഹുജാതികൾക്ക്. അപ്പം ദൈവം പറഞ്ഞത് നമ്മുടെ കണ്ണിന് മുമ്പിലുണ്ട്. ആ രാജ്യത്ത് പോയവരെങ്കിലും ഒരു സ്തോത്രം പറയേണ്ടെന്നാ ചോദ്യം. അവിടുന്ന് വന്നവർ പറയണ്ടേ? ഇത് കണ്ടിട്ട് പറയണ്ടേ എൻ്റെ ദൈവത്തിന് ഇത് കഴിയുമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയണ്ടേ? എത്ര പേർക്ക് മനസ്സിലാകുന്ന പകൽ ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. അവൻ ദൈവം ചെയ്ത് നടക്കത്തില്ലെന്ന് സാഹചര്യങ്ങൾ വിധി എഴുതിയ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം ഇത്രത്തോളം രാഷ്ട്രങ്ങളെ പുറത്തെടുത്തി നിന്റെ കണ്ണിന് മുമ്പിൽ വെച്ചിട്ടും വിശ്വസിക്കുന്നില്ലെങ്കിൽ നിന്നെ ഇനി വിശ്വാസം എന്ന് വിളിക്കരുത്. സ്വോത്രം. അത് കണ്ടിട്ട് അതിന് സ്വോത്രം ചെയ്യാൻ പറ്റുന്നെങ്കിൽ പറയണമെങ്കിൽ എൻ്റെ ദൈവത്തെ പോലെ വേറെ ഒരുവനുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആരും തടുക്കും. ഹല്ലേലൂയ. ഈ പക ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവൻ ചിലർക്ക് വേണ്ടി അതിശയത്തിന്റെ പ്രവൃത്തി. അപ്പോ അബ്രഹാമിന്റെ വാഗ്ദത്ത ദേശം എന്തല്ല? ഖനാൻ. ഇനി നമ്മൾ അബ്രഹാമിന്റെ വാഗ്ദത്ത ദേശത്തിനകത്ത് ഒരു ചിന്ത കൂടെ പറഞ്ഞിട്ട് എൻ്റെ ദൈവമേ സമയം ഓടിപ്പോയി. ഓക്കെ, ഒരു ചിന്ത കൂടെ പറയാം. ബാക്കി ഒന്ന് വായിക്കാൻ. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം. ആ പ്രോമിസ് ലാൻഡ്, ആ ടെറിട്ടറിയുടെ തുടക്കം എങ്ങനെ എഴുതിയേക്കുന്നേ? വേഗത്തിൽ പറ. എൻ്റെ ദാസ് വായിച്ചു വേഴ്സ് 2. എൻ്റെ ദാസനായ മോശം വെച്ചു ആകെ നീ ജനമൊക്കെ പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേലിനൊക്കെ കൊടുക്കുന്ന ദേശത്തേക്ക് പുറത്തു പോയി. അടുത്ത പദം നിനക്ക് തന്നിരിക്കുന്നു. അടുത്ത വാക്ക് മതി. എന്തുവാ? ചേർന്ന് പറ. അബ്രഹാമിന്റെ വാഗ്ദത്ത ദേശത്തിനകത്ത് മരുഭൂമിയുണ്ടോ? പറ. നമ്മൾ മരുഭൂമിയും കഴിഞ്ഞ് യോർദാനും കഴിഞ്ഞിട്ട് കനാനെ പിടിച്ചോണ്ടിരിക്കുക.
ആണോ? പക്ഷെ പ്രോമിസ് ലാൻഡ് എവിടെ തുടങ്ങി? പറ. നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തത്തിനകത്ത് മരുഭൂമി ഉണ്ടോന്നാ ചോദ്യം. ഹല്ലേലൂയ. സകല ഗ്യാസും പോയോ? സ്വോത്രം സ്വോത്രം സ്വോത്രം. നമ്മുടെ പ്രോമിസ് ലാൻഡിനകത്ത് വിൽഡർനെസ് ഉണ്ട്, മരുഭൂമി ഉണ്ടോ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. നമുക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് ദൂത് പറഞ്ഞ ആമേൻ പറയാൻ എത്ര പേർക്ക് പറ്റും? നിനക്ക് ജീവിതത്തിൽ വലിയ മഹാരോഗം വരാൻ പോകുന്നു, ഗ്ലോറി പറയുന്നവർ എത്ര പേരുണ്ടെന്ന ചോദ്യം. ഞാൻ പുറത്തോട്ട് നോക്കാം. പറ. പണ്ട് നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് തൃശ്ശൂർ സ്ഥലം പറയാം, ആളെ ചോദിക്കല്ലേ. ഒരു അപ്പച്ചനുണ്ടായിരുന്നു, പുള്ളിക്ക് ഭയങ്കര പരാതി. ദൈവദാസനെ പാസ്റ്ററോട് പരാതി, ഒരു പാസ്റ്റർ ഞങ്ങളെ വിസിറ്റ് ചെയ്യുന്നില്ല. പാസ്റ്റർ വിസിറ്റ് ചെയ്തില്ലും കുഴപ്പമില്ല, ഇപ്പം ദൈവത്തിന് പോലും ഞങ്ങളെ വേണ്ട. അങ്ങനെ പരാതി പറയുന്നവരില്ലയോ? നമ്മുടെ ഇടയിലുണ്ടല്ലോ. സ്തോത്രം. അന്നേരം ആ പാസ്റ്റർ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസേ, ദൈവമേ ഈ സഹോദരൻ്റെ വേദന ഒന്ന് കാണണം. ഞാൻ എപ്പോഴും ഇവിടെ ഓടി വരാൻ പറ്റത്തില്ല, ദൂരെയാണ്, ഡാർലിംഗ്ടണിൽ നിന്ന് ഓടി ന്യൂകാസിൽ വരാൻ പറ്റും എപ്പോഴും. അതുകൊണ്ട് ഞാൻ എപ്പോഴും വരുന്നത്, ഞാൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹത്തിന് അത് പരാതിയില്ല. പക്ഷേ നീ വന്നില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഈ സഹോദരനോട് വിഷമം പറഞ്ഞതുകൊണ്ട് നീ ഇന്ന് പകൽ ഇവരെ ഒന്ന് സന്ദർശിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മുടെ മുഖം സ്തോത്രം. സന്ദർശനമൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കേണ്ടതാ, ഞാൻ വിടുന്നു. അല്ലേ, നമ്മുടെ ചിന്ത തന്നെ മാറിപ്പോകും. സന്ദർശനം പഠിച്ചാൽ ഞാൻ വിടുന്നു. പാസ്റ്റർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ചെയ്യും. അന്ന് വൈകുന്നേരം ഭയങ്കര മഴ. പുള്ളി മഴ പെയ്തിട്ട് നമ്മുടെ ഈ ഓടിട്ട പെരയാണ്, ഓടിൻ്റെ കീഴിൽ ഷെയ്ഡ് വാർക്കുമായിരുന്നു പണ്ട്. വാർക്ക വീടിന് മുമ്പ് ഓടിട്ടച്ച് ഷെയ്ഡ് വാർക്കും. അതിനകത്ത് വെള്ളം വന്ന് വീണിട്ട് സ്പൗട്ടിനകത്തൂടെ വെള്ളം താഴോട്ട് വീഴും. ഈ കുറേ നാൾ കൊണ്ട് മഴ പെയ്യാതിരുന്നിട്ട് അതിനകത്ത് ഇലയെല്ലാം കൂടെ കയറി അടഞ്ഞ് ഈ സ്പൗട്ട് അടഞ്ഞിരുന്നുകൊണ്ട് വെള്ളം വീണ് ഈ ഷെയ്ഡിന് മുകളിൽ കൂടെ വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യുക. ഈ അപ്പച്ചനൊരു മുളയുടെ ഏടി എടുത്തുകൊണ്ട് പോയി ചാരി വെച്ച് അതേ കയറി ഇതിനകത്ത് കമ്പിട്ട് കുത്തി ആ വേസ്റ്റ് പുറത്തോട്ട് കളഞ്ഞു. താഴോട്ട് നോക്കി, അപ്പച്ചൻ താഴോട്ട് നോക്കി, നോട്ടം താഴെ എത്തുന്നതിന് മുമ്പ് അപ്പച്ചൻ താഴെ എത്തി. താഴെ വീണ് കാലൊടിഞ്ഞൊന്നെ ഈ അപ്പച്ചൻ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്ററെ, ദൈവം എന്നെ സന്ദർശിച്ചു. അതെന്താ? യേശു കർത്താവ് എൻ്റെ വീട്ടിൽ വന്നു. അതല്ലേ ബ്രദറെ, എൻ്റെ കാലൊടിഞ്ഞെന്ന്. നമ്മളന്ന് എന്നെ പറയും, ഹോ പിശാചെന്നെ തെളി. അങ്ങനല്ല, ആ പിശാചെന്നെ തെളി. വേറെ പിന്നെ അതിൻ്റെ കൂടെ പറയുന്ന വൊക്കാബുലറി ഞാൻ പറയുന്നില്ല. ശരിയല്ലേ? ഇപ്പോൾ ഒരു പ്രതിസന്ധി വന്നാൽ നമ്മൾ എന്നാ പറയും? പിശാചിൻ്റെതാ. റൈറ്റ്? പക്ഷെ ദൈവം പറയുകയാണ് അബ്രഹാമിനോട്, വാഗ്ദത്തത്തിനകത്ത് എന്തോ ഉണ്ട്. അപ്പോൾ ജീവിതത്തിനകത്ത് മരുഭൂമിയുടെ പ്രതികൂലം ദൈവം വാഗ്ദത്തത്തിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള നാമം കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചേ, വാഗ്ദത്തത്തിനകത്ത് വേദപുസ്തകം പഠിച്ചാൽ പ്രതികൂലമില്ലാതെ വാഗ്ദത്തമില്ല. മരുഭൂമി ഇല്ലാതെ കനാനില്ല. പാലും തേനും ഒഴുകുന്ന കനാനിൽ കയറണമോ നീ മരുഭൂമി യാത്ര ചെയ്തേ പറ്റൂ. ഇനി എന്നാ മരുഭൂമി എന്തിനാ? വായിച്ചേ പുറപ്പാട് പുസ്തകം 13:17 ഒന്ന് വായിച്ചേക്കാമോ? ഒരു ഒറ്റ ചിന്ത പറയാം. 13:17 വേഗത്തിൽ വായിച്ചു. ആ ആ ആ ആ ആ ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്തീനയുടെ ദേശത്തു കൂടെ ഉള്ള വഴി അടുത്തെന്ന് വരെയും ജനം യുദ്ധം കണ്ടിട്ട് പേടിച്ച് മിസ്രൈമിലേക്ക് പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? കനാനിലേക്ക് പോകാൻ വേറെ വഴി, ഇമ്മീഡിയറ്റ് വേ ഉണ്ട്. ശരിയല്ലേ? ഈജിപ്തിൽ നിന്ന് കനാനിലെത്താൻ ചെങ്കടൽ കടക്കണോ? മരുഭൂമി കയറണോ? വേണ്ട. കാര്യം യാക്കോബ് രഥത്തെ വന്ന ഒരു വഴിയില്ലേ, ചേട്ടന്മാർ ആഹാരം കൈക്കൊള്ളാൻ വന്നൊരു വഴിയില്ലേ, അത് ഇമ്മീഡിയറ്റ് വേയാ. സ്തോത്രം. പക്ഷെ ദൈവം അവരെ അതുവഴി കൊണ്ടുപോയില്ല. പകരം എങ്ങോട്ട് കൊണ്ടുപോയി? ചെങ്കടലിനരികെ ഉള്ള മരുഭൂമിയിൽ കൂടെ. എനിക്ക് ആ പദം വായിച്ചിട്ട് ശരിയാവാതെ. ദൈവം അവരെ ചുറ്റി നടത്തി. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയുമോ? ഈ മരുഭൂമി ദൈവം അവർക്ക് അനുവദിച്ചു കൊടുത്തതാണ്. അതെന്താ? ദൈവം അവരെ ചുറ്റി നടത്തി പറഞ്ഞാൽ 40 വർഷമായി ഇവർ മരുഭൂമിയിൽ എന്ത് ചെയ്തത്? നിങ്ങൾ ആ ജിയോഗ്രാഫിക്കൽ സ്ട്രക്ചർ ഒന്ന് പഠിക്കണം. ജിയോഗ്രാഫിക്കൽ സ്ട്രക്ചർ പഠിച്ചാൽ കനാനിലേക്കുള്ള യാത്രയിൽ ചെങ്കടൽ കടന്ന്
മരുഭൂമിയിൽ കയറി ഈ ജനം ആഞ്ഞു പിടിച്ച് നടന്ന 46 മണിക്കൂർ കൊണ്ട് യോർദാന്റെ കരയിലെത്തും. എത്ര മണിക്കൂർ മതി? 95 കിലോമീറ്റർ വീതിയും 695 കിലോമീറ്റർ നീളവുമാണ് ഈ മരുഭൂമിക്ക്. അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ക്രോസ് ചെയ്യാൻ 46 മണിക്കൂർ മതി, ആ ജിയോഗ്രാഫിക്കൽ സ്ട്രക്ചർ വെച്ചിട്ട്. പക്ഷെ എത്ര വർഷം നടന്നു? 40 വർഷം നടന്നു. 46 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് അപ്പൊ എന്നാ കറങ്ങി. ശരിയല്ലേ? നിങ്ങൾ വേദപുസ്തകം ശ്രദ്ധിച്ച് പഠിച്ചാൽ 41 പാളയം ഇറങ്ങിയെന്ന് എഴുതിയിട്ടുണ്ട് ഇല്ലേ? 41 പാളയത്തിൽ പല പ്രാവശ്യം ഒരിടത്ത് തന്നെ പാളയം ഇറങ്ങി. അതിനെ കറങ്ങി തിരിഞ്ഞ് വന്നെ പിന്നെയും വന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ വന്നതോടെ എനിക്കിവിടുത്തെ സ്ഥലം എല്ലാം അറിയത്തില്ല, എന്താ അതിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് പറവാസേ ഇവിടെ ഗ്ലോസ്റ്റർ. ഗ്ലോസ്റ്ററിൽ വന്ന് പാളയം ഇറങ്ങിയിട്ട് കറങ്ങി തിരിഞ്ഞ് ന്യൂകാസ്റ്റ് വഴി പിന്നെ ഡാർലിംഗ്ടൺ വഴി തിരിച്ചു ഇവിടെ വന്നോണ്ടേ നമ്മുടെ പാട്ടുകാരൻ ചോദിക്കും, ബ്രദറെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ അല്ലായിരുന്നു വന്നു. മനസ്സിലാകുന്നോ? 2 മാസം കഴിഞ്ഞാൽ പിന്നെ വന്ന് എവിടെ നിൽക്കുന്നേ? ഇവിടെ തന്നെ അല്ല കഴിഞ്ഞ ആഴ്ചയിലും. 2 മാസം കഴിഞ്ഞാൽ പിന്നെ അവിടെ വട്ടം കറക്കുക. എന്നാ കാര്യം? ഒരു പദം എഴുതിയിട്ടുണ്ട്, ജനം യുദ്ധം കണ്ടിട്ട് പിന്മാറിപ്പോകുമോ എന്ന് വെച്ച്. അപ്പോൾ ഇവർക്ക് എന്നാ ഉണ്ട്? മരുഭൂമിയിൽ ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് പോകുമ്പോൾ ഇവരെ കാത്തിരിക്കുന്ന യുദ്ധങ്ങളുണ്ട്. എത്ര യുദ്ധം അറിയാമോ? 41 യുദ്ധങ്ങൾ. യോശുവയുടെ പുസ്തകം 12:24 വായിക്കുന്നത് ആകെ 31 രാജാക്കന്മാർ, അതിൽ സീഹോനുണ്ട്, ഓഗുണ്ട്. ഇനിയും ഉൽപ്പത്തി 15 വായിക്കുന്ന 10 ജെൻഡയിൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോ മൊത്തം 41 ഗ്രൂപ്പുമായിട്ട് ആര് യുദ്ധം ചെയ്യണം? ഇസ്രായേൽ യുദ്ധം ചെയ്തിട്ട് വേണം ഏതെടുക്കാൻ? പാലും തേനും ഒഴുകുന്ന കനാൻ അവകാശമാക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ച് ഇറങ്ങിത്തിരിച്ച് 2-ാമത്തെ ആഴ്ചയിൽ സ്തോത്രം എന്നാ ആവേശമാണ് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഫറവോനു ഞാൻ ഇനി പരമസിയോനിൽ ഞാൻ എന്താ ആനന്ദം, എനിക്ക് എന്താനന്ദം, ചാടി പുറപ്പെട്ടതാ. അന്നേരം ആദ്യത്തെ യുദ്ധം സീഹോൻ വരുന്നു. സീഹോൻ ഓക്കെ, ഗ്ലോറി പറഞ്ഞു ഒരു വിധത്തിൽ സീഹോനെ ഒതുക്കി. അന്നേരമാണ് അപ്പുറത്തുനിന്ന് ഓഗ് വരുന്നത്. ഓഗിനെയും കൂടെ ഒരു വിധത്തിൽ ഒതുക്കി. 2 ശക്തന്മാരെ ഒതുക്കിയാണ് അടുത്ത 10 ഗ്രൂപ്പ് ഒരുമിച്ച് വരുന്നു. ഗ്ലോറി അവൻ ഫറവോന് ഞാൻ ഇനി അടിമയില്ല, പരമസിയോന് അന്യനല്ലെന്ന് പറഞ്ഞു ഓടിച്ചാടി എവിടെ കയറും? നാടൻ അപ്പച്ചന്മാരുടെ ഭാഷ ഫറവോൻ്റെ തിണ്ണെ കയറും. എന്നിട്ട് അവിടെ ഇരുന്ന് പാടും. മനസ്സിലാവുന്നില്ലയോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? പിന്തിരിഞ്ഞു പോകാൻ. അതല്ല എഴുതിയേക്കുന്നേ, ജനം യുദ്ധം കണ്ടിട്ട് പിന്മാറിപ്പോകാതിരിക്കേണ്ടതിന് ദൈവം അവരെ ഏതുവഴി ചുറ്റിക്കൊണ്ടുപോയി. അപ്പൊ ദൈവം ജീവിതത്തിൽ മരുഭൂമി നൽകുന്നത് എന്തിനാ? പിന്മാറ്റം ഉണ്ടാകാതിരിക്കാൻ. നമ്മളോ സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് തന്നെ ഗ്ലോറി ഞാൻ ഇനി അങ്ങോട്ട് യോഗത്തില് നിന്റെ പേരെ പിന്മാറ്റക്കാരൻ. പ്രൈസ് ദി ലോർഡ്. പകൽ മനസ്സിലാക്കണം. ശ്രദ്ധിച്ചേ, നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചേ, 40 വർഷം യാത്ര ചെയ്യുമ്പോൾ 31 ഗവൺമെന്റ് യുദ്ധം ചെയ്യും. 20-ാമത്തെ വർഷം ആദ്യത്തെ യുദ്ധം വരുന്നെന്ന് ചിന്തിക്കും. ആദ്യത്തെ യുദ്ധം വരുന്നത് 20-ാമത്തെ വർഷമാണ്. ശ്രദ്ധ പോരുത്. ആദ്യത്തെ വർഷം 20-ാമത്തെ യുദ്ധം വരുന്നെങ്കിൽ 20-ാമത്തെ വർഷം ആദ്യത്തെ യുദ്ധം വരുന്നെങ്കിൽ ആ യുദ്ധം കഴിഞ്ഞാൽ ഈ ജനം എന്തോ ചിന്തിക്കുന്നില്ല. ഇറങ്ങിത്തിരിച്ച് 20 വർഷം കഴിഞ്ഞാൽ 1-ാമത്തെ യുദ്ധം, 41 യുദ്ധമുണ്ട്, 2-ാമത്തെ യുദ്ധം, 3-ാമത്തെ യുദ്ധം. ജനം എന്തോ ചെയ്യും? തിരിഞ്ഞു പോവോ? അവരുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ചെയ്തു ഇനി തിരിഞ്ഞു പോകണം. എത്ര വർഷം ഓടണം? അപ്പൊ മുന്നോട്ട് പോകണമെങ്കിൽ 20 വർഷം, പുറകോട്ട് പോകണേലും പിന്നെ ഒരൊറ്റ വഴിയുള്ളൂ, യുദ്ധം ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവം വരെ ഈ ഇതുകൊണ്ട് ഉദ്ദേശിച്ച ഈ മരുഭൂമിക്കകത്തൂടെ ചുറ്റിച്ചതിന്റെ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചേ, ശത്രുവിനെതിരെ റെസിസ്റ്റന്റ് പവർ ഹൃദയത്തിനകത്ത് പ്രാപിക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഞാൻ ശാന്തമായിട്ട് പറയുന്നത് എന്തിനാ? ദൈവാത്മാവ് ഇതിനകത്തൊരു വിടുതൽ അയക്കാൻ പോകും. അതുകൊണ്ടാണ് ഇതിനകത്തിരിക്കുന്ന ചില ദൈവമക്കൾ പലപ്പോഴും വാക്തത്വമുള്ളവരാണ്, കേട്ടവരാണ്, പക്ഷെ പ്രാപിക്കാത്തതിൽ മനസ്സ് തകർന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ അവരെ അകത്ത് ബലപ്പെടുത്തുന്ന ഒരു ദൂത ദൈവാത്മാവ് പറയുന്നത്, നിന്നെ റെസിസ്റ്റന്റ് പവർ ഉള്ളവളാക്കി മാറ്റാൻ, നിന്നെ കരുത്തുള്ളവളാക്കി മാറ്റാനാണ് ദൈവം നിനക്ക് ഈ ശോധനകൾ അനുവദിച്ചത്.
Praise the Lord. Hallelujah. ദൈവം നിനക്ക് തരുന്ന വേദനകൾ, ദൈവം നിനക്ക് തരുന്ന പ്രതിസന്ധികൾ, ദൈവം നിനക്ക് തരുന്ന രോഗങ്ങൾ, ദൈവം നിനക്ക് തരുന്ന കഷ്ടങ്ങൾ, ദൈവം നിനക്ക് തരുന്ന ഞെരുക്കങ്ങൾ, ദൈവം നിനക്ക് തരുന്ന കണ്ണുനീരുകൾ നിന്നെ തകർക്കാനല്ല. പ്രത്യേക ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ശത്രുവിനെതിരെ നീ കരുത്തുള്ളവളായി മാറേണ്ടതിന്, അവൻ ശത്രുവിനെതിരെ കരുത്തുള്ളവനായി മാറേണ്ടതിന് പാലും തേനും ഒഴുകുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ അളന്നു പ്രാപിപ്പാൻ, നിന്നെ കരുത്തുപ്രാപിക്കണം, കരുത്തുള്ളവളാക്കി മാറ്റാനാ ദൈവം നിനക്ക് ഈ പ്രതികൂലം തന്നത്. ഇന്നു പകൽ ആ മരുഭൂമിക്കകത്ത് ആത്മശക്തി പ്രാപിപ്പാൻ ഞാൻ മടങ്ങി വരിക. ശ്രദ്ധിക്കണേ. പക്ഷേ പുതിയ നിയമത്തിൽ ദൂതെടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല. നമ്മൾ വേഗത്തിൽ ശ്രദ്ധിച്ചേ, ഒരു ചിന്ത പറയണം. മരുഭൂമിയിൽ വെച്ച് ഞാൻ ബാക്കിയെല്ലാം കച്ചോട്ട് ചെയ്യാം. യോശുവെ മരുഭൂമിയിൽ വെച്ച് ദൈവാത്മാവിനാൽ നിറച്ചു. എവിടാ നിറച്ചത്? നീ മരുഭൂമി എത്ര വർഷമായിരുന്നു? ഒറ്റ പറ, ഒരു ചിന്ത കൂടെ പറയാം. മരുഭൂമി എത്ര വർഷം? പറ. 40 years അല്ലേ? കനാനോ? കനാൻ എത്ര വർഷം ഉണ്ടായിരുന്നു? Praise the Lord. 1002 വർഷമാണ് കനാൻ. Praise the Lord. അങ്ങനെ മരുഭൂമി 40 വർഷവും പാലും തേനും ഒഴുകുന്ന കനാൻ അതിൻ്റെ 25 ടൈംസാ. ശരിയല്ലേ? 25 4 100 ശരിയല്ലേ? 1002 വർഷം എന്ന് പറഞ്ഞാൽ എത്ര ടൈംസായി? 40ന്റെ 25 ഇരട്ടിയല്ലയോ? എന്നിട്ട് പോലും ഒരു സ്വോത്രം പറയാൻ തോന്നുന്നില്ലല്ലോ. 40 വർഷമാണ് നിന്റെ ഞെരുക്കമെങ്കിൽ പാലും തേനും ഒഴുകുന്ന കനാൻ എത്ര പ്രാവശ്യമാണെന്ന് പറഞ്ഞേ? നന്മയുടെ 25 ഇരട്ടി. അവൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് 25 ഇരട്ടി നന്മയും വാഗ്ദത്തത്തിനകത്തുണ്ടെന്നല്ലേ? ഹലോ, ഇനി പഴയ നിയമത്തിലല്ലേ 25 ഇരട്ടി? ഒരു വാക്യൊന്ന് വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം സ്വോത്രം 10-ാമത്തെ അധ്യായം 28 29 വാക്യൊന്ന് വായിച്ചേ. മർക്കോസ് 10ന്റെ 28 29. ആ ആ ആ ആ ആ ആ ആ ആ നിലങ്ങളെയോ വിട്ടാൽ, നിങ്ങളെയല്ല നിലങ്ങളെയോ. ആ ആ ആ അതാരും പറയുന്നില്ല. ഈ ലോകത്തിൽ തന്നെ എന്തൊക്കെ ഉണ്ട്? ആ എത്ര ഇരട്ടി? നമുക്ക് കഷ്ടങ്ങളുണ്ടെങ്കിൽ 100 ഇരട്ടി നന്മയുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? പ്രതിസന്ധികൾക്കാനുപാതികമായി ദൈവിക വിടുതലുകളും നൽകുന്ന ദൈവിക പദ്ധതിയാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കൾ അറിയേണ്ടത് എന്താണ്? ജീവിതത്തിൽ ഇന്നു വരെ ഇല്ലാത്ത കഷ്ടം നിന്നെ വേട്ടയാടുന്നെങ്കിൽ ദൈവമക്കൾ ആത്മാർത്ഥമായി പറയണം, എന്നെ തകർക്കാനല്ല, എന്നെ മുടിക്കാനല്ല എനിക്ക് ഈ പ്രതിസന്ധി നൽകിയത്. ഇതിനകത്ത് ഞാനൊരു ദൈവപ്രവൃത്തി കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. മരുഭൂമി ജീവിതത്തിൽ അനുവദിക്കുന്നത്, ഈ മരുഭൂമിയിൽ വെച്ചാണ് യോശുവയെ ദൈവം എന്ത് ചെയ്തത്? എന്താ യോശുവയുടെ പ്രത്യേകത? മോശയ്ക്ക് എന്തോ ഉണ്ട്? പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ട്. യോശുവയ്ക്കോ ഉണ്ടോ? മോശയെ ലീഡറായിട്ട് വിളിച്ചു. മോശ മരിച്ച് പകരം ആര് ലീഡറാവാൻ പോവാ? യോശുവ ലീഡറാവാൻ പോവാ. മോശ അങ്ങോട്ട് മാറി അടുത്ത ലീഡർഷിപ്പിൽ യോശുവ വന്നാൽ ദൈവമായി പേഴ്സണൽ എൻകൗണ്ടർ ഉള്ളവനെ ജനം മര്യാദയ്ക്ക് കൊണ്ട് നടക്കാൻ സമ്മതിക്കത്തില്ല. സ്തോത്രം. അങ്ങനെ അത് യോശുവയുടെ സ്ഥിതി ഏതായിരിക്കും? പ്രൈസ് ദി ലോർഡ്. ഈ മോശയുടെ കയ്യിലിരിക്കുന്ന വടിക്ക് എന്തോ ഉണ്ട്? നിലത്തിട്ടാൽ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള വഴി യോശുവയുടെ കയ്യിൽ എന്നാ ഉണ്ട്? ഒന്നുമില്ല. അപ്പൊ അത്ഭുതങ്ങളുടെ ശുശ്രൂഷ ഉണ്ടോ യോശുവയ്ക്ക്? ഇല്ല. പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടോ യോശുവയ്ക്ക്? ആകെപ്പാടെ എന്നാ ഉള്ളൂ? മോശ കൈവച്ച ഒരു വിളിയേ ഉള്ളൂ. ഇനിയും ടാർഗറ്റ് തന്നെ യോശുവയുടെ മുമ്പിലുള്ള അവൻ ടാർഗറ്റ് തന്നെ കനാൻ. ആർക്ക്? 11 ഗോത്രത്തിന് അളന്നു കൊടുക്കണം. ശരിയല്ലേ? നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാന്ന്? ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാ? നിങ്ങൾ മനസ്സിലാക്കി? ഞാൻ നാടൻ മലയാളം, നമ്മുടെ നാട്ടിലെ വസ്തു വിഭജിക്കുന്ന കണ്ടിട്ടുണ്ടോ സഹോദരങ്ങൾ തമ്മിൽ? സ്വോത്രം. എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് ഇപ്പം പറയണ്ട, പോട്ടെ.
നീ യോഗത്തിൽ നമ്മളൊരു കൺവെൻഷൻ നടത്തുക. ഇവിടെ കൺവെൻഷൻ നടത്തുന്നതിനകത്ത് ഒരാളെ പ്രാർത്ഥിച്ചു തുടങ്ങാൻ ഏൽപ്പിച്ചു, ഒരാളെ പാട്ട് പാടാൻ ഏൽപ്പിച്ചു, ഒരാളെ കൺവെൻഷൻ കമ്മിറ്റി ഏൽപ്പിച്ചു, ഒരാളെ പബ്ലിസിറ്റി ഏൽപ്പിച്ചു, ഒരാളെ പ്രയർ കമ്മിറ്റി ഏൽപ്പിച്ചു. എല്ലാം കൂടെ ചെയ്തു തന്ന ഒരാൾക്ക് കൊടുക്കാനില്ല. ആ പുള്ളി എന്നാ ചെയ്തു? മിണ്ടുന്നില്ലല്ലോ. എല്ലാവർക്കും എല്ലാം കൊടുത്ത് എനിക്ക് മാത്രം ഒന്നും മനസ്സിലാതില്ലയോ? എല്ലാവർക്കും എല്ലാം കൊടുത്ത് എനിക്ക് മാത്രം ഒന്നും തന്നില്ല. പിന്നെ അടുത്ത കൺവെൻഷൻ വരെ മൂക്ക് പിഴിയും. ഒന്നും കൊടുക്കാതിരുന്നാലേ എല്ലാവർക്കും ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ പാട്. ശരിയല്ലേ? സ്വോത്രം. ഒരുത്തനൊന്നും കൊടുക്കരുതെന്നാ പറഞ്ഞേ. ആർക്കാ? ലേവിക്കൊന്നും. ലേവിയുടെ ഇടയ്ക്കുണ്ട് പ്രശ്നക്കാര്. അവൻ ഒന്നും കൊടുക്കാതിരുന്ന അവനെന്താ ചെയ്യും? പക്ഷെ ഈ പ്രോബ്ലത്തിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ, ഇതിനെ ഓവർകം ചെയ്യാൻ ദൈവമായി പേഴ്സണൽ എൻകൗണ്ടറും ഇല്ല, അത്ഭുതത്തിന് വടിയും ഇല്ല. പക്ഷെ യോശുവയെ പ്രാപ്തമാക്കിയത് മരുഭൂമിയിലെ നിറവ. സ്തോത്രം. ഇനി യോശുവയുടെ കയ്യിൽ എന്തുകൊണ്ട് വടിയുണ്ട്? മോശയുടെ കയ്യിൽ വടിയുണ്ട്. മോശ കൽപ്പിച്ച ചെങ്കടൽ രണ്ടായിട്ട് വഴിമാറും അല്ലേ? തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടും. ഹല്ലേലൂയ. കാട വരും, മന്ന വരും, എല്ലാം വരും. പക്ഷെ യോശുവ ചെയ്താൽ ഒന്നും വരികയല്ല. അവൻ്റെ മുമ്പിലാണ് യോർദാൻ കരകവിഞ്ഞ് നിൽക്കുന്നതാ. പക്ഷെ അത് മാറണമെങ്കിൽ ഇവനൊരു ആത്മനിറവ് ആവശ്യമാണ്. കണ്ണുകൾ അടയ്ക്കാൻ പോവുക. നമ്മുടെ സമയം കഴിഞ്ഞു. കണ്ണുകൾ അടയ്ക്കാം. ബാക്കി കർത്താവ് വന്നില്ലെങ്കിൽ അടുത്ത യോഗത്തിൽ നമുക്ക് ശുശ്രൂഷിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എല്ലാ ഹൃദയവും ഏകാഗ്രമാക്കി എല്ലാവരും ദയവായി നിങ്ങളൊന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? പാട്ടുകാർ പ്ലീസ് മുന്നോട്ട് വന്നാട്ടെ. ദൈവാത്മാവ് നമ്മളോട് വേഗത്തിൽ ദൈവാത്മാവ് ചിലത് ചെയ്യേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഇതുവരെ നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുക, ശാന്തമായിട്ട് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞ ദൂത് നിങ്ങൾ മറക്കരുത്. ദൈവാത്മാവ് നിങ്ങളോട് പറഞ്ഞ വചന വെളിപ്പാട് നിങ്ങൾ മറക്കരുത്. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ നിങ്ങളുടെ റിസോഴ്സ് വേണ്ട. നിങ്ങളുടെ പഠനത്തിൻ്റെ ആധിക്യം കൊണ്ടോ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ, നിങ്ങളുടെ ഇൻ്റർവ്യൂ സ്കിൽസ് കൊണ്ടോ ഒന്നുമല്ല. നടക്കത്തില്ലെന്ന പിശാച് വിധി എഴുതിനകത്ത് ദൈവം ഒരു പ്രവൃത്തി ഈ പകൽ അയക്കാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹോ റബ ശംധന രഹസ്യാന. എല്ലാവരും ഒരുമിച്ച് ഒന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ ഏൽപ്പിക്കപ്പെടാമോ? ഹല്ലേലൂയ. രക്തത്തെ ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഏകാഗ്രമാക്കിക്കാട്ടെ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഈ പ്രതിസന്ധി നീ ഇന്ന് കടന്നു പോകുന്ന നിന്റെ കണ്ണുനീരിൻ്റെ താഴ്വര, നിന്റെ ജീവിതത്തിൽ സമ്മാനിച്ച മരുഭൂമിയുടെ വല്ലാത്ത ഈ അനുഭവത്തിൻ്റെ നടുവിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കാൻ. ഹല്ലേലൂയ. ഇതിനകത്ത് നിന്നെ തൊടുന്നത് മാനുഷ്യകരമല്ല. ഈ യോഗത്തിൻ്റെ ഒടുവിൽ കടശി നിമിഷത്തിൽ ഉപവാസ പ്രാർത്ഥന പ്രാരംഭ സെക്ഷൻ്റെ ഒടുവിലത്തെ സെക്കൻഡിൽ ദൈവാത്മാവിൻ്റെ കരം നിഹില്ലോയിൽ നിന്ന് എവരിതിങ്ങിലേക്ക് ഒന്നുമില്ലായ്മ സകലത്തിലേക്ക് നടത്താൻ കഴിയുന്ന, ആട്ടുകൊറ്റന്മാരെ പടയിൽ മനോഹര തുരകമാക്കാൻ കഴിയുന്ന, ആട്ടുകൊറ്റന്മാരെ പടക്കുതിരകളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവകരത്തിന്റെ സ്പർശനം ഇന്ന് പകൽ നിന്നെ നിറയ്ക്കേണ്ടതിന് നീ ആയിരിക്കുന്ന ഇടത്ത് ഈ പകൽ നിന്നെ തൊടും. പാട്ട് പാടുമ്പോൾ ആത്മാവിൽ സ്തോത്രം ചെയ്യുമ്പോൾ ഈ സെക്ഷനിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ തൊടും. പരിശുദ്ധാത്മാവിനോട് പറയുകയാ, അസാധ്യതകൾ വഴിമാറാൻ തുടങ്ങുക. നടക്കത്തിൽ നിന്ന് പിശാച് വിധി എഴുതിയ ചില വിധി എഴുത്തുകൾ ദൈവാത്മാവ് പൊട്ടിച്ചു കളയാൻ തുടങ്ങുക. ഈ പകലിൽ ദൈവം അസാധ്യതകളെ മാറ്റുന്നു. അസാധ്യതകൾ വഴിമാറുന്നു, സാധ്യതകൾ വെളിപ്പെടുന്നു. ഈ പകൽ പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടി ദൈവകരം ചലിപ്പിക്കുന്നു. വിടുതലുകൾ ഒന്നിനു പുറകെ ഒന്നായി. ശത്രു തടഞ്ഞത്, ദുഷ്ടൻ അപഹരിച്ചത്, കാറ്റ് പാറ്റിക്കളഞ്ഞത്, പാറിപ്പോകുന്നത് പോലെ ശത്രു അപഹരിച്ചു കളഞ്ഞ ചില വാഗ്ദത്തങ്ങളുടെ അനുഭവങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ ഈ പകൽ ജനം തിരികെ പിടിക്കുന്ന പകലാണെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ ദൂത് പറയുക. തടസ്സങ്ങൾ വഴിമാറുന്നു. ഡയൂറോ എന്ന് കൽപ്പിച്ചവൻ, പുറത്തു വരിക എന്ന് കൽപ്പിച്ചവൻ ഈ പകൽ നിന്നെ വിളിക്കുകയാ. നിന്റെ വിഷയത്തെ വിളിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ നിന്ന് പ്രതികരിക്കുന്നു. പകലിൽ അന്യഭാഷയ്ക്ക് ദൈവത്തോട് സംസാരിക്കുക. ദൈവത്തിനെ തൊടട്ടെ, ചേർന്ന് പാടി. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ,
ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണം. ആമേൻ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കാർമേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബു ഇറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കാർമേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബു ഇറച്ച പോലെ അഗ്നിമഴയായി പെയ്യണം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ
പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ.